So today starts with the NEET 2013 ബോട്ടണി ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 2013 മെയ് 5 നടന്ന നീറ്റിൻ്റെ ബോട്ടണി ഏരിയ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതിൽ നമ്മൾ ക്വസ്റ്റ്യൻസിലേക്ക് പോവാണ് ഡയറക്റ്റായിട്ട്. അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്നുള്ളത് പെരിസ്പേം ഡിഫേഴ്സ് ഫ്രം എൻഡോസ്പേം ഇൻ. പെരിസ്പേമും എൻഡോസ്പേം, അപ്പോൾ നമ്മൾ ആദ്യമേ രണ്ടും നല്ല സിമിലാരിറ്റി ഉള്ള വേർഡാണ് അല്ലേ, ഒരു പെരിസ്പേം എന്നുള്ളതും പിന്നെ ഒന്ന് എൻഡോസ്പേം എന്നുള്ളതും. അപ്പോൾ ഇതിൽ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എൻഡോസ്പേം എന്നുള്ളത് യൂഷ്വൽ കേസിൽ ജനറലി പറയുകയാണെങ്കിൽ ട്രിപ്ലോയിഡ് ഇൻ നേച്ചറാണ്, 3N ആണ് ട്രിപ്ലോയിഡ് എൻഡോസ്പേം എന്നുള്ളത്. അതേസമയം പെരിസ്പേം എന്നുള്ളത് നമുക്കറിയാം യൂഷ്വലി ഡിപ്ലോയിഡ് ആണ്. അപ്പോൾ അത് തന്നെയാണ് ഫണ്ടമെൻ്റൽ ഡിഫറൻസ്. ഒന്ന് ട്രിപ്ലോയിഡ്, മറ്റൊന്ന് ഡിപ്ലോയിഡ്. ഇതിൽ എൻഡോസ്പേം എന്നുള്ള ഫോം ചെയ്യുന്നത് ഫ്രം പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസിൽ നിന്നാണ് എൻഡോസ്പേം ഫോം ചെയ്യുന്നത്. അതേസമയം പെരിസ്പേം എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂഷ്വലി ഒരു പേഴ്സിസ്റ്റൻ്റ് ന്യൂസില്ലസ് ആണ്. അപ്പോൾ നമുക്ക് ആദ്യം ഇതിൻ്റെ ചിത്രം ഒന്ന് നോക്കാം. എങ്ങനെയാണ് ഈ പെരിസ്പേം, വേറെ മിക്ക കുട്ടികൾക്ക് സംശയമുള്ള ഏരിയയാണ് ഈ പെരിസ്പേമിൻ്റെ ചിത്രം എങ്ങനെയാണ്, അതിൻ്റെ ഫിഗർ എങ്ങനെ ഇരിക്കും എന്നുള്ളത് നമുക്ക് ഡൗട്ട് വരാം. അപ്പോൾ നമുക്ക് നോക്കാം. ഇപ്പോൾ നമ്മൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മളൊരു ഒരു കുരുമുളകിൻ്റെ സീഡ് എടുക്കുകയാണ്. ഓക്കെ, ഇങ്ങനെ ഒരു ഏകദേശം ഇങ്ങനെ ഇതിൻ്റെ അകത്തേക്ക് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ അകത്ത് ഇങ്ങനെ ഏകദേശം ഒരു സ്ട്രക്ചറായിരിക്കും അതിൻ്റെ അകത്ത് ഉണ്ടാവുക. ഓക്കെ, ഇത് നമ്മൾ വിളിച്ചു, ഈ സ്ട്രക്ചർ നമ്മൾ വിളിച്ചു കോട്ട്ലിഡൻ എന്ന് വിളിച്ചു, കോട്ട്ലിഡൻസ് എന്നുള്ളത്. അതേസമയം ഇതാണ് നമ്മുടെ ഇവിടെ ഈ കാണുന്ന സ്ട്രക്ചർ, ഈ മേലെ കാണുന്ന സ്ട്രക്ചർ, ദിസ് ഈസ് യൂഷ്വലി കോൾഡ് ഇറ്റ് ആസ് എൻഡോസ്പേം. ഇതാണ് എൻഡോസ്പേം എന്ന് പറയുന്നത്. ഇനി ഈ നടുക്ക് കാണുന്നത് ദിസ് ഈസ് കോൾഡ് ഇറ്റ് ആസ്, നടുക്ക് വെച്ചാൽ ഇങ്ങനെ ഏകദേശം ഈ റീജിയനിൽ കാണുന്നതാണ് പെരിസ്പേം എന്ന് പറയുന്നത്, പെരിസ്പേം എന്നുള്ളത്. അപ്പോൾ ഈ ഒരു ഡിഫറൻസ് നമ്മൾ ആദ്യമേ അറിഞ്ഞണം. ഇനി അതുപോലെ പെരിസ്പേമിൻ്റെ ഫംഗ്ഷൻ ന്യൂട്രീറ്റീവ് ആണ്, ന്യൂട്രീറ്റീവ് ടിഷ്യൂസ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി ആൻസർ ചോയ്സസിലേക്ക് പോകാം. ഇത്രയും കാര്യങ്ങൾ നമ്മൾ മനസ്സിൽ വെച്ചിട്ട് വേണം തുടങ്ങാനായിട്ട്. ഇറ്റ് ഈസ് ദ ഫോർമേഷൻ ഓഫ് ഫ്യൂഷൻ ഓഫ് സെക്കൻഡറി ന്യൂക്ലിയസ് വിത്ത് സെവറൽ സ്പേംസ്. പെരിസ്പേം ഡിഫേഴ്സ് ഫ്രം എൻഡോസ്പേം. Then അടുത്തത് ബീയിങ് ഹാപ്ലോയിഡ് ടിഷ്യൂസ് ഹാവിങ് നോ റിസർവ് ഫുഡ്. ദെൻ ബീയിങ് ഡിപ്ലോയിഡ് ടിഷ്യൂസ്. അപ്പോൾ ദിസ് ഇസ് എ മേജർ ഡിഫറൻസ് ബീയിങ് എ ഡിപ്ലോയിഡ് ടിഷ്യൂ എന്നുള്ളത്. കാരണം നമ്മൾ ആദ്യമേ പറഞ്ഞാണ് ഇതിൻ്റെ ഡിഫറൻസ് എന്നുള്ളത്, ഒന്ന് 2N ആണ്, മറ്റൊന്ന് 3N ആണെന്നുള്ളത്. ഇനി ഇവിടെയും ചെറിയ പ്രശ്നമുണ്ട്. ഇപ്പോൾ ഇത് എൻഡോസ്പേം ഓഫ് ആൻജിയോസ്പേംസ് ആണ് യൂഷ്വലി നമ്മൾ ട്രിപ്ലോയിഡ് എന്ന് പറയുന്നത്. അതേസമയം നമ്മൾ ജിംനോസ്പേംസ് എടുക്കുകയാണെങ്കിൽ, ജിംനോസ്പേംസിൻ്റെ എൻഡോസ്പേം എടുക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് ജനറലി പറയുമ്പോൾ നമ്മൾ ഹാപ്ലോയിഡ് എന്നേ പറയുള്ളൂ. ബിക്കോസ് ഇറ്റ്സ് എ പ്രീ ഫെർട്ടിലൈസേഷൻ പ്രോഡക്റ്റ് ആണ് ജിംനോസ്പേംസിൽ എൻഡോസ്പേം. അതേസമയം ആൻജിയോസ്പേംസ് ആണെങ്കിൽ ഇറ്റ് ഈസ് പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ പ്രോഡക്റ്റ് ആണ്. അതാണ് 3N ആയത്. ഇനി ഇതിലും ഒരുപാട് വേരിയേഷൻസ് ഉണ്ട്. നമുക്ക് ഹയർ ലെവൽ ക്ലാസ്സുകളിൽ പോകുമ്പോൾ നമുക്ക് പിന്നെയും മനസ്സിലാവും. 9N വരുന്ന എൻഡോസ്പേം ഉണ്ട്, 6N വരുന്നുണ്ട്. That's go on. But differences are there. Okay, and so the right answer is option 4, being diploid tissues എന്നുള്ളത്. We move on to next question. Okay, നമ്മൾ ഇനി സെക്കൻഡ് ക്വസ്റ്റിലേക്ക് പോവാണ്. A sedentary sea anemone get attached to the shell lining of the hermit crab. This association, the association is, അതായത് നമുക്കറിയാം sea anemone ആൻഡ് ഹെർമിറ്റ് ക്രാബ് റിലേഷൻഷിപ്പ്. ഈ റിലേഷൻഷിപ്പ് ശരിക്കും ഈ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് 12th ഓർഗാനിസംസ് ആൻഡ് പോപ്പുലേഷനിലെ പോപ്പുലേഷൻ ഇൻട്രാക്ഷൻ എന്നൊരു ഏരിയയിൽ നിന്നാണ് വന്നിരിക്കുന്നത്. ആൻഡ് ഹിയർ സീ അനിമോൺ ഹെർമിറ്റ് ക്രാബ്, ഈ ഹെർമിറ്റ് ക്രാബ് എന്ന് പറയുന്നതിൻ്റെ ബോഡിയുടെ മേളിൽ സീ അനിമോൺ അറ്റാച്ച് ചെയ്ത് നിൽക്കുകയാണ്. ഇറ്റ്സ് ലുക്സ് ലൈക്ക് എ സെയിൻ, അതായത് ഒരു സന്യാസിനുണ്ട് എന്ന് നമ്മൾ ഇതിനെ വിളിക്കും. അപ്പോൾ കണ്ടു കഴിഞ്ഞാൽ ഒരു സന്യാസി, താടിയും മുടിയൊക്കെ നീട്ടി വളർത്തിയ ഒരു സന്യാസി, കടലിനടിയിലെ സന്യാസിനുണ്ട് എന്നാണ് വിളിക്കുന്നത്. ഇൻഡിവിജ്വലായിട്ട് ഹെർമിറ്റ് ക്രാബ് വെക്കുമ്പോൾ ഈ ഒരു ഔട്ട്ലുക്ക് കിട്ടില്ല. പക്ഷേ സീ അനിമോൺ ഗെറ്റ് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഞണ്ടിന് ഇറ്റ്സ് ലുക്സ് ലൈക്ക്, ഈ ക്രാബിന് ലുക്സ് ലൈക്ക് ഒരു സന്യാസിയുടെ ഔട്ട്ലുക്കാണ് കിട്ടുന്നത്. അതുകൊണ്ട് ഇതിനെ വിളിക്കുന്നത് സന്യാസിനുണ്ട്. ഇവർ നമ്മൾ റിലേഷൻഷിപ്പ് വിളിക്കുന്ന പേരെന്താ? ഇവിടെ ഹെർമിറ്റ് ക്രാബിന് ആക്ച്വലി ഒരു സം സോർട്ട് ഓഫ് പ്രൊട്ടക്ഷനാണ്. അത് മേ ഓർ മേ നോട്ടാണ് കിട്ടുന്നത്. സീ അനിമോണിയുടെ ടെൻഡക്കിൾസ് ഉള്ളതുകൊണ്ട് മറ്റുള്ള ഓർഗാനിസംസ് ഇവരെ ഒരു പരിധി വരെ അറ്റാക്ക് ചെയ്യില്ല. അതേസമയം സീ അനിമോണിന് രണ്ട്
സംഭവങ്ങൾ കിട്ടുന്നുണ്ട്. ഒന്ന് പോസിറ്റീവായിട്ട്, അതായത് സിയാനിമോൺ ഇവിടെ കിട്ടുന്നത് ഒരു ബെനിഫിറ്റാണ് കിട്ടുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, സിയാനിമോണിന് ഫുഡും കിട്ടുന്നു, പിന്നെ ട്രാൻസ്പോർട്ടേഷൻ പർപ്പസൊക്കെ ഈസിയായി സിയാനിമോണിന്. ഇതിൻ്റെ ബോഡിയുടെ മേളിലിരിക്കുന്നതാണ്, അപ്പോൾ അതുകൊണ്ട് ഈസിയാണ്. ഇവിടെ ഹെർമിറ്റ് ക്രാബിന് ജസ്റ്റ് മേ ഓർ മേ നോട്ടാണ് അല്ലേ. അപ്പോൾ ഇതിൻ്റെ അർത്ഥം ന്യൂട്രൽ എന്ന് നമുക്ക് പറയാം, ഡിട്രിമെൻ്റൽ. അപ്പോൾ ഇൻട്രാക്ഷൻസ് പോസിറ്റീവ് പോപ്പുലേഷൻ ഇൻട്രാക്ഷനിൽ നമ്മൾ പഠിക്കുന്നുണ്ട് 3 ടൈപ്പ് ഇൻട്രാക്ഷൻസ് ഉണ്ട്. പോസിറ്റീവ് ഇൻട്രാക്ഷൻ, നെഗറ്റീവ് ഇൻട്രാക്ഷൻ, ഡിട്രിമെൻ്റൽ ഇൻട്രാക്ഷൻ. ഈ പോസിറ്റീവ് എന്ന് പറയാൻ നേരത്ത് രണ്ടിനും ബെനിഫിറ്റ് ആക്കി. നെഗറ്റീവ് എന്ന് പറയുമ്പോൾ ഒന്ന് നെഗറ്റീവ് അല്ലെങ്കിൽ ഒന്നിന് നെഗറ്റീവ് ഉണ്ടാവും, ഉറപ്പായിട്ട് നെഗറ്റീവ് എഫക്റ്റ് ഉണ്ടാവും ഏതെങ്കിലും ഒരു സ്പീഷീസിൽ. അപ്പോൾ ഇവിടുത്തെ അസോസിയേഷൻ +0 അസോസിയേഷനാണ്. ഒന്നിന് ബെനിഫിറ്റ്, മറ്റേതിന് നെയ്തർ ഹാംഡ് നോർ ബെനിഫിറ്റഡ് എന്ന രീതിയിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ ടൈപ്പ് ഇൻട്രാക്ഷൻ ചെയ്താൽ നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ അമൻസാലിസമാണ്. അമൻസാലിസം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പണ്ടോട്ട് കേൾക്കുകയാണ്, നമുക്ക് കഴിക്കുന്ന ഒത്തിരി ആൻറ്റിബയോട്ടിക്സ് വരുന്നുണ്ട്. ഈ ആൻറ്റിബയോട്ടിക്സ് ഒക്കെ സംടൈംസ് ഇറ്റ് ഡിറൈവ്ഡ് ഫ്രം ആക്ടിനോമൈസിറ്റസ്, എ ഗ്രൂപ്പ് ഓഫ് ബാക്ടീരിയ, അല്ലെങ്കിൽ ഇറ്റ് ഇസ് ഡിറൈവ്ഡ് ഫ്രം ഫംഗസിൽ നിന്ന് കിട്ടുന്നത് അല്ലേ. ഇപ്പോൾ ഒരു നമ്മളൊരു കൾച്ചർ മീഡിയത്തിൽ ബാക്ടീരിയയും ഫംഗസിനെയും ഒരുമിച്ചിട്ട് വളർത്താന്നിരിക്കട്ടെ. ഒരുമിച്ചിട്ട് വളർത്തുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം വളർന്നു വരുന്ന ഏർലി പീരീഡിൽ ഇവർക്ക് യാതൊരു പ്രശ്നം ഉണ്ടാക്കാൻ സാധ്യത വളരെ കുറവാണ്. പരസ്പരം യാതൊരു പ്രശ്നവുമില്ല. ബട്ട് പ്രശ്നം ഇൻ ദ സെൻസ് ഒരെണ്ണത്തിൻ്റെ ഗ്രോത്ത് മറ്റേതിനെ ഇൻഹിബിറ്റ് ചെയ്യില്ല. പക്ഷേ മെച്യൂർ ആവാൻ നേരത്തെ അതിൻ്റെ സ്റ്റേജസ് മുന്നോട്ട് നീങ്ങുന്നതോറും ഫംഗസിൽ നിന്ന് ദേ സീക്രറ്റ് സം സോർട്ട് ഓഫ് കെമിക്കൽസ്, ചില ഡ്രഗ്സ്, അതിന് വിളിച്ച പേരാണ് അലോ കെമിക്കൽസ് എന്ന് വിളിക്കും. ഈ അലോ കെമിക്കൽസ് എന്നുള്ളത് വിച്ച് ഇൻഹിബിറ്റ് ദ ഗ്രോത്ത് ഓഫ് ബാക്ടീരിയയുടെ ഗ്രോത്തിനെ ഇൻഹിബിറ്റ് ചെയ്ത് കളയും. അപ്പോൾ ഇവിടെ എന്താ പറ്റുക, രണ്ടുപേരും തുല്യമായിട്ട് വളർന്നു, പക്ഷേ ഒരെണ്ണത്തിൻ്റെ വളർച്ച കുറച്ചധികം മറ്റേതിനെ ഗ്രോത്തിനെ പ്രിവെൻറ്റ് ചെയ്തു. സോ നമുക്കതിന് എന്ത് വിളിക്കാം, അവിടെ നമുക്ക് മീൻ ചെയ്യാം ഒരെണ്ണത്തിന് നെഗറ്റീവായിട്ട് എഫക്റ്റ് ചെയ്തു, മറ്റേതിന് ന്യൂട്രലാണ്. ഒരു എക്സാമ്പിളാണ് ഇപ്പോൾ. ഇനി ഇതുപോലെ തന്നെ ഒത്തിരി എക്സാമ്പിൾസ് ഉണ്ട്. അടുത്തത് എക്ടോ പാരസൈറ്റിസമാണ്. പാരസൈറ്റിസം കേൾക്കുന്നതിന് അറിയാം, ഒരെണ്ണത്തിന് ബെനിഫിറ്റാണ്, മറ്റേതിന് നെഗറ്റീവ് ഇഫക്റ്റാണ് കൊടുക്കുന്നത്. ബെനിഫിറ്റ് മറ്റേ നെഗറ്റീവ് ഇഫക്റ്റ്. ഇതിൽ എക്ടോ പാരസൈറ്റ് എന്ന് വെച്ചാൽ സർഫസിൽ, അതായത് ഒരു ഓർഗാനിസത്തിൻ്റെ സർഫസിൽ ജീവിക്കുക. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ പണ്ട് തൊട്ട് കേട്ടിട്ടുണ്ട്, ഈ എന്താ പറയുക, നമ്മുടെ ചെള്ള് അല്ലെങ്കിൽ പേൻ എന്നൊക്കെ പറയുന്നത് അല്ലേ, ലൈസൻ ടിക്സ് ഒക്കെ ശരിക്കും ജീവിക്കുന്നത് ശരിക്കും സർഫസിൽ, ഓരോ ഓർഗാനിസത്തിൻ്റെ സർഫസിലാണ്. അപ്പോൾ ഇവിടെ ബെനിഫിറ്റ് ആ ലൈസൻ ടിക്സിനേ ഉള്ളൂ, ബാക്കി എല്ലാവർക്കും ഹ്യൂമൻസിനായാലും മറ്റുള്ള ഓർഗാനിസത്തിനായാലും ശരി നെഗറ്റീവ് ഇഫക്റ്റാണ് കൊടുക്കുന്നത്. ദെൻ അടുത്താണ് സിംബയോസിസ്. സിംബയോസിസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഒരു പാലമിട്ടാൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ന രീതിയിൽ അല്ലേ, ഒരു പാലമിട്ടാൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ബെനിഫിറ്റ് കൊടുക്കുക. ദാറ്റ് ഈസ് പ്ലസ് ഇൻട്രാക്ഷൻ, മ്യൂച്വൽ റിലേഷൻഷിപ്പാണ്. ആൻഡ് ആക്ച്വലി ഈ സിയാനിമോൺ ഹെർമിറ്റ് ക്രാബ് എന്നുള്ളത് ശരിക്കും ഒരു സിംബയോട്ടിക് റിലേഷൻഷിപ്പ് ഉണ്ടെന്ന് ചില പേപ്പേഴ്സ് പറയുന്നുണ്ട്. പക്ഷേ കുറച്ച് പ്രിസൈസ് ആൻസർ എന്നുള്ളത്, കുറച്ച് റെലവൻ്റ് ആയിട്ട് ആൻസർ എന്നുള്ളത് +0 ഇൻട്രാക്ഷൻസ് ആണ്. അപ്പോൾ ഇനി കൊമൻസാലിസം എടുക്കുകയാണെങ്കിൽ ഇറ്റ് ഷോസ് +0 ഇൻട്രാക്ഷൻ. ഒരെണ്ണത്തിന് ബെനിഫിറ്റും മറ്റേതിന് നെയ്തർ ബെനിഫിറ്റ് അല്ലെങ്കിൽ ന്യൂട്രലായിട്ട് നിൽക്കും. അപ്പോൾ ഇതാണ് ദ റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ 4 കൊമൻസാലിസം. ക്ലിയർ. ഇനി we move to question number 3. Which of the following are likely to be present in deep sea water? കടലിൻ്റെ അടിത്തട്ട്, കടലായിക്കോട്ടെ അല്ലെങ്കിൽ സീ ആയിക്കോട്ടെ ഓഷ്യൻ ആയിക്കോട്ടെ അടിത്തട്ട് അല്ലേ, നമ്മളതിനെ വിളിക്കുന്ന പേര് ബെന്തിക് സോൺസ്, അല്ലെങ്കിൽ ഓഷ്യൻ ആണെങ്കിൽ നമ്മളതിനെ വിളിക്കുന്ന ഹഡൽ സോൺസ് എന്നൊക്കെ വിളിക്കും. ഇവിടെ ശരിക്കും പറഞ്ഞാൽ ലൈറ്റ് പെനിട്രേഷൻ കുറവാണ്, അതിന് ഒരു എക്സ്ട്രീമിറ്റിയാണ് ആ കണ്ടീഷൻ, എക്സ്ട്രീമിറ്റിയാണ്. അവിടെ ജീവിക്കുന്ന ഓർഗാനിസത്തിന് അതിൻ്റേതായ അഡാപ്റ്റേഷൻസ് ഉണ്ടാവും. ഫോർ ഇപ്പോൾ നമ്മളൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഗുഹകളിൽ ജീവിക്കുന്നത് അവർ നമ്മൾ വിളിക്കുന്ന പേരാണ്, ഈ ക്വസ്റ്റ്യൻ കുറച്ച് വൈഡാണത്, ഞാൻ ഇപ്പോൾ പറയുന്ന കൺസെപ്റ്റ്, കേവ് ഡ്വെല്ലേഴ്സ്, ഗുഹകളിൽ ജീവിക്കുന്ന ജീവികളുണ്ട്. ഫോർ എക്സാമ്പിൾ സം സോർട്ട് ഓഫ് സലമാൻഡേഴ്സ്, അത് ഈ അരണയെ പോലിക്കുന്ന ചെറിയ ജീവികൾ. ഇവർ ശരിക്കും പറഞ്ഞാൽ ഇവർക്ക് ഗുഹകളിൽ ജീവിക്കുന്നത് കൊണ്ട് ഇവരുടെ കാഴ്ചശക്തി ഉണ്ടാവില്ല. ഇവർക്ക് ഫുൾ ടൈം ഇരുട്ടല്ലേ, കാഴ്ചശക്തി ഉണ്ടാവില്ല. പകരം അവർക്ക് ബെസ്റ്റ് ഹിയറിംഗ് സെൻസേഷൻ, മറ്റ് ഹിയറിംഗ് സെൻസ് ഏറ്റവും ബെസ്റ്റ് ആയിരിക്കും അവർ. അതുപോലെ തന്നെ കടലിനടിയിലേക്ക് പോകുന്തോറും ഓർഗാനിസത്തിന് വെൽ അഡാപ്റ്റഡ് ആയിരിക്കണം. അപ്പോൾ ഈ കൂട്ടത്തിൽ ആർക്കാണ് വെൽ അഡാപ്റ്റേഷൻ ഉള്ളത് നോക്കാം. ഓപ്ഷൻ 1 സാപ്രോഫൈറ്റിക് ഫംഗി, ഡെഡ് ആൻഡ് ഡീക്കിങ് ഫംഗസ്. ആ ഒരു ഏരിയ നോക്കണ്ട, ബിക്കോസ് ഒരു എക്സ്ട്രീമിറ്റിയാണ് കടലിനടി എന്നുള്ളത് അല്ലേ, ഡീപ് സീ എന്നുള്ളത്. സോ സാപ്രോഫൈറ്റിക് ഫംഗി ഒരിക്കലും വരില്ല. ആർക്കി ബാക്ടീരിയ, അതൊരു
ഗുഡ് ചാൻസ് ആണ്. ബിക്കോസ് ആർക്കി ബാക്ടീരിയ നമുക്ക് ഒരുപാട് കേട്ടിട്ടുണ്ട്, ലീവ്സ് ഇൻ ഹൈഡ്രോതെർമൽ വെൻറ്റ്, ഡീപ് സീ, ദെൻ ഹോട്ട് സ്പ്രിങ്സ്, മീഥെയിൻ ലവേഴ്സ്, സൾഫോബാക്ടർ. അപ്പോൾ അവരൊക്കെ ഒരു ചാൻസ് ഉണ്ട്. എങ്കിലും നമുക്ക് മറ്റുള്ള ഓപ്ഷൻസിലേക്ക് പോകാം. യു ബാക്ടീരിയ നോ, നെവർ. ബിക്കോസ് യു ബാക്ടീരിയ ആർക്കി ബാക്ടീരിയ നമ്മൾ വ്യത്യാസം തന്നെ അവരുടെ കോമ്പോസിഷൻ, സെൽ വാൾ കോമ്പോസിഷനും സെൽ മെംബ്രെയിൻ കോമ്പോസിഷനൊക്കെ നല്ല വ്യത്യാസമുണ്ട്. ഈ ആർക്കി ബാക്ടീരിയ അവിടെ സർവേ ചെയ്യാൻ സഹായിക്കുന്നവരെ കോമ്പോസിഷൻസ് ആണ്, സ്യൂഡോമ്യൂറിൻസ് പോലുള്ള സബ്സ്റ്റൻസുകളാണ്. ഇനി BGA ബ്ലൂ ഗ്രീൻ ആക്കിനോ, കാരണം BGA എന്ന് പറയുമ്പോൾ തന്നെ ഫോട്ടോസിൻസിനെ ചെയ്യാൻ സഹായിക്കുന്നത്, മീൻസ് അവർക്ക് ക്രോമാറ്റോഫോഴ്സ് ഉണ്ട്. പക്ഷേ ഡീപ് സീ എന്ന് പറയുന്നതിൽ ലൈറ്റ് പെനിട്രേറ്റ് ചെയ്യാത്ത സ്ഥലമാണ് നമ്മൾ ആദ്യമേ പറഞ്ഞു. സോ BGA ഒരിക്കലും വരില്ല. സോ റൈറ്റ് ആൻസർ ഇസ് ആർക്കി ബാക്ടീരിയ, those bacteria which lives in extremities. We move to question number 4. Megasporangium is equivalent to. Megasporangium is equivalent to. Megasporangium. പല കുട്ടികൾക്കൊരു സംശയങ്ങളുള്ളതാണ് ഈ മെഗാസ്പൊറാഞ്ചിയം, മെഗാസ്പോറോഫിൽ. ഇതൊക്കെ നമുക്ക് പല ഡൗട്ടുകളാണ്, പല ഡൗട്ടുകൾ. നമുക്കത് ജസ്റ്റ് ഒരു കട്ട് ഷോർട്ട് മെത്തേഡ് നോക്കാം. എങ്ങനെയാണ് നോക്കാം? ഒരു കട്ട് ഷോർട്ട് മെത്തേഡ് ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്നത് ജിംനോസ്പേംസിനെ വെച്ചാണ് പറയാൻ പോകുന്നത് കേട്ടോ. അതാണ് നമ്മുടെ പോയിൻ്റ് എന്നുള്ളത്. ഇപ്പോൾ ജിംനോസ്പേമിൻ്റെ സീഡ് ഡെവലപ്പ് ചെയ്ത് അത് മെച്ചുറായി കഴിയുമ്പോൾ അതാവുന്നതാണ് സ്പോറോഫൈറ്റ് എന്നുള്ളത്, ജിംനോസ്പേംസിൻ്റെ കേസിൽ. ഓക്കെ, ഇനി ഈ സ്പോറോഫൈറ്റിൽ നിന്ന് ഉണ്ടാവുന്നതാണ് മെയിൽ ആൻഡ് ഫീമെയിൽ കോൺസ്, അല്ലെങ്കിൽ നമ്മൾ സ്ട്രോബൈല എന്ന് വിളിക്കും. മെയിൽ ആൻഡ് ഫീമെയിൽ സ്ട്രോബൈലൈസ്. സ്പോറാഞ്ചിയത്തിലേക്ക് എത്താം. ഇനി ഈ ഇവിടെ നിന്നുണ്ടാവുന്നതാണ്, മെയിൽ കോണിൽ നിന്നുണ്ടാവുന്നതാണ് മൈക്രോസ്പോറോഫിൽ. ഇവിടെ അതുപോലെ മെഗാസ്പോറോഫിൽ. ഞാൻ ഇപ്പോൾ പെട്ടെന്ന് ആ മെഗാസ്പോറോഫിൽ എഴുതുന്നില്ല, കാരണം സ്പേസിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട്. നമ്മളടുത്ത് മൈക്രോസ്പോറോഫിൽ കഴിഞ്ഞു. അടുത്തതാണ് ഇതിൽ നിന്നുണ്ടാവുന്നതാണ് മൈക്രോസ്പോറാഞ്ചിയം. അതുതന്നെ ഇവിടെ നിന്നാണ് ഇപ്പോൾ നമ്മൾ ഫീമെയിൽ എഴുതിയേക്കാന്ന മെഗാസ്പോറോഫിൽ. ഈ മെഗാസ്പോറോഫിൽ ഉണ്ടാകുന്നതാണ് മെഗാസ്പൊറാഞ്ചിയം. സ്പൊറാഞ്ചിയം. ഇപ്പോൾ കോണെന്ന് പറയുമ്പോൾ ഏകദേശം ഇങ്ങനെയൊക്കെ ഒരു കോണിരിക്കുന്നത്, ഇതിൽ നിറയെ ലീഫ് എന്താണ് ഫില്ലുകളായിരിക്കും. മെഗാസ്പോറോഫിൽ അല്ലെങ്കിൽ മൈക്രോസ്പോറോഫിലായിരിക്കും. ഇനി ഇതിലെ ഒരു ഏരിയ മാത്രം നമ്മൾ കൃത്യമായിട്ട് എടുക്കുകയാണെങ്കിൽ അതിനെ ആ ഒരു ലീഫ് മാത്രം നമ്മൾ എടുക്കുകയാണ്. ഓക്കെ, അതിൽ കാണുന്നതായിരിക്കും അതിനെ വിളിക്കുന്ന പേരാണ് മൈക്രോ അല്ലെങ്കിൽ മെഗാസ്പോറോഫിൽ നമ്മൾ വിളിക്കുന്നത്. ഇനി അതിനകത്തുള്ള ഈ ഓരോ സ്പോറുകളുണ്ടല്ലോ, ഓരോ സ്പോറിൻ്റെ ചാക്കുകൾ, സ്പോറിൻ്റെ ചാക്കുകൾ, അതിനെ വിളിച്ച പേരാണ് നമ്മൾ പറയുന്നത് മൈക്രോ അല്ലെങ്കിൽ മെഗാസ്പൊറാഞ്ചിയം. ഈ മെഗാസ്പൊറാഞ്ചിയം ആൻജിയോസ്പേംസിൻ്റെ എന്തിനോടാണ് ഇക്വലൻ്റ് എന്നാണ് ചോദ്യം. ഓക്കെ, ഈ മെഗാസ്പൊറാഞ്ചിയമാണ് പിന്നീട് നമ്മൾ വിളിക്കുന്ന പേര് ഓവ്യൂൾ എന്നാണ് വിളിക്കുന്നത്. ഓവ്യൂൾ എന്ന് നമ്മൾ വിളിക്കുന്നു. അതേസമയം എംബ്രിയോ സാക്ക് എടുക്കുകയാണെങ്കിൽ ഈ മെഗാസ്പൊറാഞ്ചിയത്തിൽ നിന്ന് പിന്നെ ഉണ്ടാവുന്നത് മെഗാസ്പോർ മദർ സെൽ, അതിൽ നിന്ന് മെഗാസ്പോർ. ഇവിടെ നിന്നാണെങ്കിൽ മൈക്രോസ്പോർ മദർ സെൽ, അതിൽ നിന്ന് നേരെ ഉണ്ടാവുന്നത് മൈക്രോസ്പോർ. ഓക്കെ, അപ്പോൾ ഈ മെഗാസ്പോർ ഉണ്ടല്ലോ, ഈ മെഗാസ്പോറാണ് ആൻജിയോസ്പേംസിൽ യൂഷ്വൽ കേസിൽ നമ്മൾ വിളിക്കുന്നത് എംബ്രിയോ സാക്ക് എന്നൊക്കെ വിളിക്കുന്നത്. എംബ്രിയോ സാക്ക്. അപ്പോൾ ഒരിക്കലും ഇവിടെ ചോദിച്ച ക്വസ്റ്റ്യൻ മെഗാസ്പൊറാഞ്ചിയം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം എംബ്രിയോ സാക്ക് ഒരിക്കലും വരില്ല. ഇനി ഫ്രൂട്ട് എന്ന സംഭവം നമ്മൾ നോക്കുക പോലും വേണ്ട. ഇപ്പം നമ്മൾ പോയിന്റ് വെച്ച് ജിംനോസ്പേം വെച്ച് പോയിന്റ് വെച്ചാണെങ്കിൽ ഫ്രൂട്ട് അവർക്കില്ല അല്ലേ. ഇനി ന്യൂസിലസ് നമ്മൾ പറഞ്ഞു, അതൊക്കെ ആദ്യമേ ഫോം ചെയ്യുന്നതാണ്. കാരണം ഈ മെഗാസ്പൊറാഞ്ചിയം ഡെവലപ്പ് ചെയ്യുന്ന സ്ഥലങ്ങളാണ് നമ്മളെപ്പോഴും ന്യൂസിലസ് എന്നൊക്കെ വിളിക്കുന്നത്. ഓക്കെ, അതിൽ നിന്ന് ഈ മെഗാസ്പൊറാഞ്ചിയം ഡെവലപ്പ് ചെയ്ത് ന്യൂസിലസ് എന്ന ഡെവലപ്മെൻറ്റ് നടന്നാണ് സ്പോറോഫില്ല്, സ്പൊറാഞ്ചിയം, സ്പോറ്, അതൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നു. സോ റൈറ്റ് ആൻസർ ഓപ്ഷൻ 1 ഓവ്യൂൾ. Question number 5. In China rose the flowers are. ചൈന റോസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം യൂഷ്വലി ഒരു മാൽവേസിയ ഫാമിലിയാണ്. മാൽവേസിയെ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊരു പിടുത്തം കിട്ടില്ല ഏതാണ് ഫാമിലി. സാറ് ഞങ്ങൾ ഈ ഫാമിലി പഠിച്ചിട്ടില്ല, നോ ഇഷ്യൂസ്. മാൽവേസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂഷ്വലി ഹൈബിസ്കസ് അല്ലെങ്കിൽ ചൈന റോസൊക്കെ വരുന്ന പ്ലാന്റാണ്. ആ ഫ്ലവറിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഏത് ഭാഗത്തും നമുക്ക് ഈക്വൽ ഹാഫ് കിട്ടും അല്ലേ. ആക്ടിനോമോർഫിക് പ്ലാന്റ്, റെഗുലർ ആക്ടിനോമോർഫിക് ആണ്. നമുക്ക് അങ്ങനത്തെ ഒരു ഓപ്ഷനിലേക്ക് ആദ്യം നോക്കിയാൽ മതി. ആക്ടിനോമോർഫിക് വരുന്ന 2 ഓപ്ഷൻസ് ആണുള്ളത്. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യാം, 4ാമത്തെ ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യാം. സൈഗോമോർഫിക് അല്ല, കാരണം ഇറഗുലർ അല്ല, റെഗുലർ ആക്ടിനോമോർഫിക് ആണ്.
ആക്നോമോർഫിക് ഹൈപ്പോഗൈനി വിത്ത് ട്വിസ്റ്റഡ് എസ്റ്റിവേഷൻ. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ കൃത്യമായിട്ട് അറിയാം ഇവർ വരാൻ സാധ്യത ഉള്ളത് ആക്നോമോർഫിക് ആണ്, പിന്നെ ഹൈപ്പോഗൈനിയാണ്. ഹൈപ്പോഗൈനി എന്ന് പറയുമ്പോൾ നമുക്കറിയാം സുപ്പീരിയർ ഓവറിയാണ് അല്ലേ, ഓവറി സുപ്പീരിയർ ആയിട്ട് നിൽക്കുകയാണ് വിത്ത് ട്വിസ്റ്റഡ് എസ്റ്റിവേഷൻ. നമ്മൾ ചെമ്പരത്തിയുടെ ഫ്ലവർ ബഡ്, എസ്റ്റിവേഷൻ എപ്പോഴും നോക്കുമ്പോൾ ഫ്ലവറിൽ നിന്ന് നമുക്ക് പഠിക്കാൻ പറ്റില്ല, പകരം ഫ്ലവർ ബഡിൽ നിന്നേ നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ, ഫ്ലവർ ബഡിൽ നിന്ന്. അപ്പോൾ ഫ്ലവർ ബഡ് എടുക്കുകയാണെങ്കിൽ ഈ ചെമ്പരത്തിൻ്റെ പൂക്കൾ നമുക്ക് ബഡ് നോക്കുമ്പോൾ നമുക്കറിയാം, നമ്മൾ ചെറുതായിട്ട് ഒരു സ്കാൽപ്പലോ അല്ലെങ്കിൽ നമ്മളൊരു സിസേഴ്സ് വെച്ച് പതുക്കെ ഇങ്ങനെ തട്ടി നോക്കുകയാണെങ്കിൽ നമുക്കറിയാം അത് പതുക്കെ പതുക്കെ ഇങ്ങനെ ട്വിസ്റ്റ് ആയിരിക്കും നിൽക്കുന്നത്, ഒന്നിന് മേലെ ഒന്ന് ഓവർലാപ്പ് ചെയ്തിട്ടുണ്ടാകും. സോ ബെസ്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ 2 ആക്നോമോർഫിക് ഹൈപ്പോഗൈനി വിത്ത് ട്വിസ്റ്റഡ് എസ്റ്റിവേഷൻ. സോ വി മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 6. ഗോൾഗി കോംപ്ലക്സ് പ്ലേസ് എ മേജർ റോൾ ഇൻ. ഗോൾഗി എന്ന് പറയുമ്പോൾ നമുക്കറിയാം അവരെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത്, നമുക്ക് ആദ്യമേ നമ്മുടെ മനസ്സിൽ വരേണ്ട പോയിന്റാണ് പോസ്റ്റ് ട്രാൻസ്ലേഷണൽ മോഡിഫിക്കേഷനാണ്. പോസ്റ്റ് ട്രാൻസ്ലേഷണൽ മോഡിഫിക്കേഷനാണ്. അതായത് ലിറ്ററലി പറയുകയാണെങ്കിൽ ഈ പോസ്റ്റ് ട്രാൻസ്ലേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡി എൻ എയിൽ നിന്ന്, നമ്മൾ മോളിക്കുലർ ബയോളജി പഠിച്ചിട്ടുണ്ട് സെൻട്രൽ ഡോഗ്മ, ഡി എൻ എയിൽ നിന്ന് എം ആർ എൻ എ, എം ആർ എൻ നിന്ന് പ്രോട്ടീൻ. അപ്പോൾ ഈ പ്രോട്ടീൻ സിന്തസൈസ് ചെയ്യാൻ നേരത്ത് ഇറ്റ് ഈസ് യൂഷ്വലി ഒരു നെയ്സൻ്റ് പെപ്റ്റൈഡ് ആയിട്ടായിരിക്കും കിടക്കുന്നത്, നെയ്സൻ്റ് പോളിപെപ്റ്റൈഡ് ആയിട്ടായിരിക്കും കിടക്കുന്നത്. പോളിപെപ്റ്റൈഡ് നെയ്സൻ, അത് നെയ്സൻ എന്ന് വെച്ചാൽ പുതുതായിട്ട് ഫോം ചെയ്തൊരു പോളിപെപ്റ്റൈഡ് കിടക്കുന്നത്. അത് ഇറ്റ് ലുക്സ് ലൈക്ക് സി ഇങ്ങനെ കിടപ്പുണ്ടാവും. Whenever this nascent polypeptide undergoes folding, ഫോൾഡ് ചെയ്തു അല്ലെങ്കിൽ 3D സ്ട്രക്ചറിലേക്കായി, ഇത് 2D ആണ്, 3D സ്ട്രക്ചറിലേക്കായി കഴിഞ്ഞാൽ ഇറ്റ് ലീഡ്സ് ടു, ഇത് ഇനാക്റ്റീവ് എന്ന കണ്ടീഷനിൽ നിന്ന് ആക്റ്റീവ് പ്രോട്ടീനായി മാറി. അപ്പോൾ നേസൻ പോളിപെപ്റ്റൈഡ് 2D ഫോമിൽ നിന്ന്, ദാറ്റ് മീൻസ് ഇനാക്റ്റീവ് കണ്ടീഷനിൽ നിന്ന് ആക്റ്റീവ് പ്രോട്ടീൻസ് ആയിട്ട് മാറി. ആൻഡ് ഇറ്റ് ഷുഡ് ബി ട്രാൻസ്പോർട്ടഡ്. ഇപ്പോൾ ആർക്ക് വേണം, ഓക്കെ, അത് സൈറ്റോപ്ലാസത്തിൽ പ്രോട്ടീൻ ഉണ്ടായി കിടക്കുകയാണ്. അപ്പോൾ മൈറ്റോകോൺഡ്രിയ വിളിച്ച് പറയുകയാണെങ്കിൽ എനിക്കൊരു 2 പ്രോട്ടീൻ തരൂ, ലൈസോസോം വിളിച്ച് പറഞ്ഞു എനിക്കൊരു 3 പ്രോട്ടീൻ തരൂ, ന്യൂക്ലിയസ് പറഞ്ഞു എനിക്കൊരെണ്ണം വേണേ എന്ന് പറയുകയാണെങ്കിൽ ഈ പ്രോട്ടീനെ കൃത്യമായിട്ട് സോർട്ട് ചെയ്ത് മാറ്റുന്നു. അതാണ് പോസ്റ്റ് ട്രാൻസ്ലേഷൻ അല്ലെങ്കിൽ പ്രോട്ടീൻ ട്രാഫിക്കിംഗ് എന്നൊക്കെ വിളിക്കുന്നത്. പ്രോട്ടീൻ ട്രാഫിക്കിംഗ്. ഈ പ്രോട്ടീനെ കൃത്യമായിട്ട് ട്രാഫിക്കിംഗ് നടത്താനായിട്ട് എ ഗ്രൂപ്പ് ഓഫ് സെൽ ഓർഗനൽസ് ഉണ്ട്. അവർ വിളിച്ച പറയുന്നത് എൻഡോ മെംബ്രെയിൻ സിസ്റ്റം എന്നൊക്കെ നമ്മൾ വിളിക്കും. അതിൽ വരുന്നവരാണ്, നമ്മളൊരു കോഡ് ഉണ്ട് അതിന് GERL എന്നൊക്കെ പറയുന്നത്, ഗോൾഗി എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ലൈസോസോം. ഇവരാണ് GRL, ഗോൾഗി എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ലൈസോസോം. ഇവർ നേരെ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഡിഫറെൻറ്റ് ഡെസ്റ്റിനേഷൻസിലേക്ക് എത്തിക്കും. ഇതിൽ പ്ലാന്റ്സിൻ്റെ കേസ് ആണെങ്കിൽ വാക്യൂൾസും കൂടി ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. അല്ലെങ്കിൽ പ്ലാന്റും ആനിമലും വെച്ച് നമ്മൾ പറയുകയാണെങ്കിൽ ഗോൾഗി, ലൈസോസോം ഇത് കോമൺ ആണ്. അപ്പോൾ ഈ സബ്സ്റ്റൻസ്, ഈ ഗോൾഗി എന്താ ചെയ്യുക, ഈ ഇനാക്റ്റീവ് ആയിട്ടുള്ള പ്രോട്ടീനെ അടിച്ചു മടക്കി പ്രോപ്പറായിട്ട് ഫോൾഡ് ചെയ്ത് ഒരു ബോൾ പോലെ സെക്രട്ടറി വെസിക്കിൾസിനാക്കി വെച്ച് ഒത്തിരി എൻസൈംസ് അതിന് സഹായിക്കുന്നുണ്ട്, ലൈക്ക് മാനോസ് അല്ലെങ്കിൽ ഗ്ലയോസൈലേസ് ട്രാൻസ്ഫറൈസ് നമ്മൾ ഒത്തിരി എൻസൈംസ് ഉണ്ട്. ഇവരുടെ ഹെൽപ്പോടുകൂടി ഇതിനെ ഫോൾഡ് ചെയ്ത് പാക്ക് ചെയ്ത് വേരിയസ് ഡെസ്റ്റിനേഷനിലേക്ക് ഓരോരുത്തരെ ഏൽപ്പിക്കുന്നു. അപ്പോൾ ഇറ്റ്സ് എ കൈൻഡ് ഓഫ് പോസ്റ്റ് ട്രാൻസ്ലേഷൻ മോഡിഫിക്കേഷൻ. അപ്പോൾ നമ്മുടെ മനസ്സിൽ അത് വന്നിട്ട് വേണം ഇത് പറയാനായിട്ട്. ഇപ്പോൾ നോക്കിയാൽ ഗോൾഗി കോംപ്ലക്സ് പ്ലേസ് എ മേജർ റോൾ ഇൻ പോസ്റ്റ് ട്രാൻസ്ലേഷൻ മോഡിഫിക്കേഷൻ പ്രോട്ടീൻസ് ആൻഡ് ഗ്ലൈക്കോസിഡേഷൻ ഓഫ് ലിപ്പിഡ്സ്. അപ്പോൾ നമുക്ക് ഡൗട്ട് അടിക്കാം, ഗ്ലൈക്കോസിഡേഷൻ എന്താണ്? ഗ്ലൈക്കോസിഡേഷൻ എന്ന് പറഞ്ഞാൽ അഡീഷൻ ഓഫ് ലിപ്പിഡ്സിലേക്ക് ഗ്ലൈക്കോസ് ആഡ് ചെയ്യുക, ഗ്ലൂക്കോസ് ഗ്രൂപ്പ്, കാർബോഹൈഡ്രേറ്റ്, ഒളിഗോസാക്കറൈഡ് ആഡ് ചെയ്യുക. ട്രാപ്പിംഗ് ലൈറ്റ് അല്ല, ഇത് ശരിക്കും ക്ലോറോപ്ലാസ്റ്റിൻ്റെ ഫംഗ്ഷനാണ്. ഡൈജസ്റ്റിംഗ് പ്രോട്ടീൻസ് ആൻഡ് കാർബോഹൈഡ്രേറ്റ് അല്ല, ഇതൊക്കെ എൻസൈംസിൻ്റെ ഫംഗ്ഷൻസ് ആണ്. എനർജി ട്രാൻസ്ഫറിങ് ഓർഗനല്ലേ അല്ല, ഇവർ എനർജി അല്ല, കാരണം അത് മൈറ്റോകോൺട്രിയാണ് ATP വെച്ച് നോക്കുകയാണെങ്കിൽ. സോ ദ ബെസ്റ്റ് ആൻസർ ഈസ് നൺ അതർ ദാൻ ഓപ്ഷൻ 1 പോസ്റ്റ് ട്രാൻസ്ലേഷണൽ മോഡിഫിക്കേഷൻ ഓഫ് പ്രോട്ടീൻസ് ആൻഡ് ഗ്ലൈക്കോസിഡേഷൻ ഓഫ് ലിപ്പിഡ്സ്. ഇതാണ് ഗോൾഗിയുടെ ഫംഗ്ഷൻ. ഇപ്പോൾ ഈ ക്വസ്റ്റിൻ്റെ വെച്ചാണ് നമ്മൾ ആൻസർ ചെയ്യുന്നത് കേട്ടോ. ക്വസ്റ്റ്യൻ വെച്ചിട്ട് എന്താണ് ചോദിച്ചാൽ അത് വെച്ചിട്ടുള്ള ആൻസർ. ഒത്തിരി ഫംഗ്ഷൻസ് വേറെ ഗോൾഗിക്ക് ഉണ്ട്, ഒത്തിരി ഫംഗ്ഷൻസ് മറ്റു സെൽ ഓർഗനൈസേഷനുണ്ട്. വി മൂവ് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 7. ഐസോഗേമസ് കണ്ടീഷൻ വിത്ത് നോൺ ഫ്ലാജലേറ്റഡ് ഗാമേറ്റ്സ് ഈസ് ഫൗണ്ട് ഇൻ. ഇത് ഫ്രീക്വൻ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യൻ ബേസിക്കലി പ്ലാന്റ് കിങ്ഡത്തിൽ നിന്ന് വരുന്നൊരു ക്വസ്റ്റ്യൻ ആവാം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഇതിൽ ഐസോഗ്യാമി എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം യൂഷ്വലി ഗാമേറ്റ്സ് ഓക്കെ ഒരേ സൈസ്. ഇത് മെയിൽ ഗാമേറ്റ്, ഇത് ഫീമെയിൽ ഗാമേറ്റ്. ചോദിച്ചിരിക്കുന്നത് നോൺ ഫ്ലാജലേറ്റഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നോൺ ഫ്ലാജലേറ്റഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഫ്ലാജല്ല ഇല്ല. സാധാരണ ഇതിൽ ഐസോഗ്യാമി കാണിക്കുന്നത് ഇങ്ങനെയാണ്, ബോത്ത് ഗാമേറ്റ്സും മെയിലും ഫീമെയിലും ഗാമേറ്റ്സ് ഫ്ലാജല്ല ഉണ്ട്. പക്ഷെ ഇവിടെ
ഫ്ലാജിലില്ല. ഫ്ലാജിലില്ല എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ആദ്യം പോകേണ്ടത് ഫ്യൂക്കസ്, ക്ലാമിഡോമോണസ്, സ്പൈറോഗേറ, വോൾവോക്സ്. ഈ കൂട്ടത്തിൽ ഫ്യൂക്കസ് ഫ്ലാജലേറ്റഡ് ആണ് ബ്രൗൺ ആൽഗീസിൽ. ഒരെണ്ണം ഫ്ലാജലേറ്റഡ് ആയി. ക്ലാമിഡോമോണസ് ഫ്ലാജലേറ്റഡ് ആണ്, വോൾവോക്സ് ഫ്ലാജലേറ്റഡ് ആണ്. ഓക്കെ, അപ്പോൾ ബെസ്റ്റ് ആൻസർ സ്പൈറോഗേറ, ഗ്രീൻ ആൽഗെ സ്പൈറോഗേറ. ഇത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇത് ഒരു കാരണവശാലും മാറിപ്പോകരുത്, കാരണം എപ്പോഴും ഈ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്. സോ വി മൂവ് ടു ക്വസ്റ്റ്യൻ നമ്പർ. ഓക്കെ, നമ്മളിനി ക്വസ്റ്റ്യൻ നമ്പർ 8 പോവാണ്. മൊണേഷ്യസ് പ്ലാന്റ് ഓഫ് കാര ഷോസ് ഒക്കറൻസ് ഓഫ്. അപ്പോൾ ഈ മൊണേഷ്യസ് പ്ലാന്റ് ഓഫ് കാര എന്ന് പറയുമ്പോൾ നമുക്ക് ഓർത്ത് വെച്ചേക്കാം, നമ്മളെല്ലാം പഠിക്കുന്നത് ഇത്. ഈ ക്വസ്റ്റ്യൻ ഡയറക്റ്റ് വന്നിരിക്കുന്നത് 12th റീപ്രൊഡക്ഷൻ ഓർഗാനിസം എന്ന ഏരിയയിൽ നിന്നാണ് വന്നിരിക്കുന്നത്. ഇതിൽ മൊണേഷ്യസ് പ്ലാന്റ് ഓഫ് കാര എന്ന് പ്രത്യേകം ചോദിക്കുന്നത്. അതിനർത്ഥം എന്താ? കാര മൊണേഷ്യസ് മാത്രമല്ല, ഡയേഷ്യസ് കാരയും ഉണ്ട്. ഓക്കെ, അങ്ങനത്തെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ചിലപ്പോൾ ചോദിക്കാം. ഏത് ഒരു സ്പീഷീസിൻ്റെ പേര് തരും. ആ സ്പീഷീസിൻ്റെ പേരാണ് കാര വാലിച്ചി എന്നൊരു സ്പീഷീസ് ഉണ്ട്. കാര വാലിച്ചി. ഇത് ഡയേഷ്യസ് ആണ്. ഈ ഒരു സ്പീഷീസ് ഒരു എക്സെപ്ഷനാണ്. ഓക്കെ, അപ്പോൾ ഇതൊരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ചോദിക്കാം. സാധ്യതയുണ്ട്, ചോദിച്ചു കണ്ടിട്ടുണ്ട് പല ക്വസ്റ്റ്യൻ പേപ്പറിലും. കാര വാലിച്ചി എന്നുള്ളത് ഈ സ്പീഷീസ് ഡയേഷ്യസ് സ്പീഷീസാണ്. ഇനി ഈ കാരയുടെ പ്രത്യേകത എന്താ? നമ്മൾ ആദ്യമേ തന്നെ നമ്മൾ ഓപ്ഷനിൽ പോകുന്നതിന് മുമ്പ് കാരയുടെ പ്രത്യേകത നമ്മൾ മനസ്സിൽ വരണം. കാരയുടെ സ്ട്രക്ചർ എടുക്കുകയാണെങ്കിൽ കാരയ്ക്ക് ഇത് മൊണേഷ്യസ് ആണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ക്വസ്റ്റ്യൻ അപ് ടു ദ പോയിന്റ്. ഓക്കെ, മുകളിൽ നമുക്കറിയാം ഒരു പൈനാപ്പിൾ പോലെ അല്ലെങ്കിൽ ഒരു ക്രൗൺ പോലെ ഇരിക്കുന്ന സ്ട്രക്ചറാണ്. ഓക്കെ, ഇതിനെ വിളിച്ച പേരാണ് ഫീമെയിൽ നമ്മൾ ബേസ് ആയിട്ട് പറയാം, ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ അല്ലേ? അല്ലെങ്കിൽ നമ്മൾ ഇതിനെ വിളിച്ചു ഊഗോണിയം, ഏറ്റവും ബേസ് ആയിട്ടുള്ളത്. ദെൻ ഇതിൻ്റെ താഴെ ഒരു ലൈക്ക് ദിസ്, ഒരു ചക്രം പോലെ ഇരിക്കുന്ന, ഇതാണ് മെയിൽ. ആൻഡ് ദിസ് ഈസ് കോൾഡ് ആന്ത്രീഡിയം. ഇത് നമ്മുടെ മനസ്സിൽ വരണം, ആന്ത്രീഡിയം. ഇനി ഈ ഓപ്ഷൻ ഉണ്ടോ എന്ന് നമ്മൾ ഡയറക്റ്റായിട്ട് നോക്കാം. അപ്പർ ഊഗോണിയം, ലോവർ ആന്ത്രീഡിയം ഓൺ ദ സെയിം പ്ലാന്റ്. മൊണേഷ്യസ് എന്ന് പറഞ്ഞ സ്ഥിതിക്ക് നമ്മൾ മറ്റൊരു ഓപ്ഷൻസിലേക്ക് പോകേണ്ട ആവശ്യമില്ല. ഓപ്ഷൻ 1 ഈസ് എ ബെസ്റ്റ് ആൻസർ. നമുക്കിത് ആ ക്വസ്റ്റൻ അങ്ങനെ സമയം ലാഭിക്കാം ഈ മനസ്സിൽ ഈ ഒരു ചിത്രം വന്നു കഴിഞ്ഞാൽ. സോ ഇത് നമ്മൾ മറ്റൊരു ഓപ്ഷൻസിൽ പോകുന്നില്ല. ദെൻ ഇത് സ്റ്റേമനും കാർപ്പലൊന്നും വരില്ല, കാരണം എന്ന് വെച്ചാൽ ഇത് ലോവർ പ്ലാന്റ് ആണ്, ഗ്രീൻ ആൽഗയാണ്. സ്റ്റേമനും കാർപ്പലെല്ലാം വരുന്നത് ആൻജിയോസ്പേംസിലാണ്. സോ വി മൂവ് ടു ക്വസ്റ്റ്യൻ നമ്പർ 9. അഡ്വാൻറ്റേജ് ഓഫ് ക്ലിസ്റ്റോഗാമി ഈസ്. അഡ്വാൻറ്റേജ് ഓഫ് ക്ലിസ്റ്റോഗാമി. ക്ലിസ്റ്റോഗാമി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു കോൺട്രിവൻസ് ആണ് അല്ലേ? ക്ലിസ്റ്റോഗാമി എന്ന് വെച്ച് കഴിഞ്ഞാൽ സെൽഫ് പോളിനേഷൻ്റെ ഒരു കോൺട്രിവൻസ് ആണ്. കോൺട്രിവൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടാക്റ്റിക് എന്ന മീനിങ്. ടാക്റ്റിക് ടു എൻഷുവർ സെൽഫ് പോളിനേഷൻ. പോളിനേറ്റേഴ്സിന് വേണ്ട, ഞങ്ങൾ സ്വയം നടത്തിക്കോളാം പോളിനേഷൻ. ഒന്നിൻ്റെ ആവശ്യം ഞങ്ങൾക്കില്ല. അപ്പോൾ സെൽഫ് പോളിനേഷൻ നടക്കുമ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഹെട്രോസിസ് ഉണ്ടാവില്ല, ഹൈബ്രിഡ് വിഗർ ഉണ്ടാവില്ല, ജനറ്റിക് വേരിയബിലിറ്റി ഭയങ്കര കുറവായിരിക്കും, ജനറ്റിക് ഡൈവേഴ്സിറ്റി ഭയങ്കര കുറവായിരിക്കും. സോ ആ ഒരു പോയിന്റ് വെച്ച് നമ്മൾ നോക്കുക. ക്ലിസ്റ്റോഗാമി, ദ ഫ്ലവർ ബഡ് നെവർ ഓപ്പൺസ്. ഫ്ലവർ ബഡ് എപ്പോഴും ഓപ്പൺ ചെയ്യാതെ, ലൈക്ക് പീ പ്ലാന്റ് പോലെ തന്നെ ഫ്ലവർ ബഡ് ഒരിക്കലും തുറക്കാതെ വെക്കുക. എക്സ്പോസ്ഡ് ആണെങ്കിൽ ക്രോസ് പോളിനേഷൻ നടക്കും, ചാൻസ് ഉണ്ട്. പക്ഷേ ഇത് ഫ്ലവർ ബഡ് ഒരിക്കലും തുറക്കില്ല, അങ്ങനെ തന്നെ വെച്ചേക്കും. ആൻഡ്രഷ്യൻ ഗൈനീസിനെ പ്രൊട്ടക്റ്റ് വെച്ചിരിക്കുന്നു. സോ അത് വെച്ച് നമ്മൾ നോക്കാം. ആൻസർ ചോയ്സ് വിവി പാരി അല്ല. വിവി പാരി നമുക്കറിയാം യൂഷ്വലി നെഗറ്റീവ് ജിയോട്രോപ്പിക് ആണ് അല്ലേ? മാംഗ്രൂവ്സിൽ കാണുന്നത് നെഗറ്റീവ്ലി ജിയോട്രോപ്പിക്, മേളിലേക്ക് വേര് വളരുക, മേളിലേക്ക് വളരുക. ഹയർ ജനറ്റിക് വേരിയബിൾ അല്ല, ലോവറാണ്. മോർ വിഗറസ് ഓഫ്സ്പ്രിങ് അല്ല, കാരണം സെൽഫ് പോളിനേഷൻ ആണ്, ഒരിക്കലും വിഗറസ് ഓഫ്സ്പ്രിങ് കിട്ടില്ല. സോ നോ ഡിപ്പെൻഡൻസ് ഓൺ പോളിനേഷൻ. എക്സാക്ട്ലി, ഒരാളുടെയും സഹായം എനിക്ക് ആവശ്യമില്ല, ഞാൻ സെൽഫായിട്ട് പോളിനേഷൻ നടത്തിക്കോളാം. ഓക്കെ, അതാണ് ക്ലിസ്റ്റോഗാമിയുടെ അഡ്വാൻറ്റേജ്. സോ ഓപ്ഷൻ 4 ഇസ് റൈറ്റ് ആൻസർ. വി മൂവ് ടു ക്വസ്റ്റ്യൻ നമ്പർ 10. സീഡ് കോട്ട് ഈസ് നോട്ട് തിൻ, മെംബ്രേനിയസ് ഇൻ. അതായത് ചിരട്ട എന്നാണ് മീൻ ചെയ്യുന്നത് അല്ലേ? സീഡ് കോട്ട് തിന്നല്ല എന്ന് പറയുമ്പോൾ നമുക്ക് ഉറപ്പിക്കാം. ചിരട്ട നല്ല കട്ടിയുണ്ട്, മെംബ്രേനിയസ്. ഗ്രാം, മെയ്സ്, ഗ്രൗണ്ട് നട്ട്, ഇവർക്കൊക്കെ അത്യാവശ്യം തിന്നാണ് സീഡ് കോട്ട് എന്നുള്ളത് അല്ലേ? കപ്പലിന് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ തോലൊക്കെ പെട്ടെന്ന് നടന്ന് പോരും. ഈ കോക്കനട്ട് എന്ന് പറയുമ്പോൾ അതിൻ്റെ ആ ഹാർഡി ഔട്ട്കം കഴിഞ്ഞാൽ ഒരു ബ്രൗണിഷ് ആയിട്ടുള്ള അപ്പിയറൻസ് ഒക്കെ കാണാം അല്ലേ? അപ്പോൾ ഇതിൽ മൊത്തം ഒരു കട്ടിപ്പാണ് മൊത്തം. അതാണ് നമ്മൾ ആ സീഡ് കോട്ട് ഇസ് നോട്ട് തിൻ എന്ന് പറയുമ്പോൾ നമ്മൾ ചിരട്ടയുടെ മനസ്സിലേക്ക് പോയേക്കണം. സോ റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ 3 കോക്കനട്ട്. മറ്റൊരു ഇതിലേക്ക് പോകേണ്ട ആവശ്യമില്ല നമുക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 11. ഇഫ് സംതിങ് റിലേറ്റഡ് ടു ജനറ്റിക്സ് എന്നാണ്. ഇഫ് 2% ഓഫ് ദി AB ബ്ലഡ് ഗ്രൂപ്പ്,
2 പേഴ്സൺസ് ഉണ്ട്, ഒരു മെയിലും ഫീമെയിലും മാരി ചെയ്തു. ഓക്കെ, കിട്ടിയിരിക്കുന്നത് എ ബ്ലഡ് ഗ്രൂപ്പ് കിട്ടി, എ ബി ബ്ലഡ് ഗ്രൂപ്പ് കിട്ടി, ബി ബ്ലഡ് ഗ്രൂപ്പ് ഇൻ 1:2:1 റേഷ്യോ കിട്ടി. മോഡേൺ ടെക്നിക് ഓഫ് പ്രോട്ടീൻ ഇലക്ട്രോഫോറസിസ് റിവീൽസ് ദ പ്രോട്ടീൻ ഇലക്ട്രോഫോറസിസ് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിൽ വരണം, ഇതൊക്കെ ഒരു ട്രിക്കാണ് അവർ ഇത്രയും ക്വസ്റ്റ്യൻ വലിച്ചു കിട്ടുന്നത്. ഇലക്ട്രോഫോറസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം സെപ്പറേഷൻ ടെക്നിക്കാണ് അല്ലേ. ഇലക്ട്രോഫോറസിസ് റിവീൽസ് ദ പ്രസൻസ് ഓഫ് ബോത്ത് എ ആൻഡ് ബി ടൈപ്പ് ഓഫ് പ്രോട്ടീൻസ് ഇൻ എ ബി ബ്ലഡ് ഗ്രൂപ്പ്. അതിനകത്ത് എയും ബിയും പ്രോട്ടീൻസ് അവർക്കുണ്ട്. എ ബി പ്രോട്ടീൻസ് ഉള്ളതുകൊണ്ടാണല്ലോ കുട്ടികൾക്ക് കുട്ടി എ വരാൻ ചാൻസ് ഉണ്ട്, എ ബി വരാൻ ചാൻസ് ഉണ്ട്, ബി വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ദിസ് ആൻ എക്സാമ്പിൾ ഫോർ, നമുക്കറിയാം ബ്ലഡ് ഗ്രൂപ്പ് എന്നുള്ളത് ഇറ്റ്സ് ആൻ എക്സാമ്പിൾ ഫോർ മൾട്ടിപ്പിൾ അലീലിസം എന്ന് പഠിച്ചിട്ടുണ്ട്. അതുകൂടാതെ ഇറ്റ്സ് ആൻ എക്സാമ്പിൾ ഫോർ ഈക്വൽ ചാൻസ് ഓഫ് ഗെറ്റിംഗ് എന്നാ പറയുന്നത്, ഈക്വൽ ചാൻസ് ഓഫ് ഗെറ്റിംഗ് പാരൻ്റൽ ക്യാരക്ടർ എന്നർത്ഥം. പാരൻസിന് എന്താണ്, അപ്പോൾ പാരൻസിലുള്ള ബ്ലഡ് ഗ്രൂപ്പ് കണ്ടീഷൻ ഏതാണോ അത് തന്നെ ഈക്വൽ ചാൻസ് കിട്ടാൻ ചാൻസ് ഉണ്ട്, സാധ്യതയുണ്ട്. അതിന് വിളിച്ച പേരാണ് കോ ഡോമിനൻസ്. ഇത് കംപ്ലീറ്റ് ഡോമിനൻസ് ആയിട്ട് നമുക്ക് പ്യുവർ ആയിട്ട് കംപ്ലീറ്റ് ഡോമിനൻസ് അല്ല, ഈക്വൽ ചാൻസ് എന്ന് പറയുന്നത്, പ്രോബിലിറ്റി ഗെറ്റിംഗ് ഈക്വൽ ചാൻസ്. സോ റൈറ്റ് ആൻസർ ഇസ് കോ ഡോമിനൻസ്. ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് ഒരിക്കലും വരില്ല. ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ പഠിച്ചിട്ട് സ്നാപ് ഡ്രാഗൺ ഫാമിലിയൊക്കെ എടുക്കുകയാണെങ്കിൽ അവർക്ക് റെഡും വൈറ്റും ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടേണ്ടിയിരുന്ന ഏതാ, അക്കോർഡിംഗ് ടു ലോ ഓഫ് ഡോമിനൻസ് മെൻ്റൽ പറഞ്ഞാൽ എന്താ, ഒന്നുകിൽ റെഡ് അല്ലെങ്കിൽ വൈറ്റ് കിട്ടാൻ പാടുള്ളൂ. പക്ഷേ ഡീവിയേഷൻ വന്നു പിങ്ക് കിട്ടുന്നത്, അതൊക്കെ വ്യത്യാസമുണ്ട്. അപ്പോൾ അതൊക്കെ ഈ പറഞ്ഞ കോഡോമിനൻസ്, ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്, പാർഷ്യൽ ഡോമിനൻസ് ഇവരെല്ലാം ശരിക്കും പറഞ്ഞാൽ മെൻ്റൽ പറഞ്ഞതിൽ നിന്ന് ഡീവിയേഷൻസ് ആണ്. സോ റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ 2 കോഡോമിനൻസ്. അടുത്ത് വിച്ച് ഓഫ് ദ ഫോളോയിങ് cannot be detected in the developing fetus by amniocentesis. നമുക്ക് ഒരു കുഞ്ഞ് ജനിക്കുന്നതിന് മുൻപ് നമ്മൾ ആ ഫീറ്റൽ കണ്ടീഷൻ ആംനിയോട്ടിക് ഫ്ലൂയിഡ് കുഞ്ഞു കിടക്കാൻ നേരത്ത് അതിനെ ഐഡൻറ്റിഫൈ, നമുക്ക് പല പല ഡിഫക്റ്റുകൾ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ ആ കൂട്ടത്തിൽ ഡിറ്റക്റ്റ് ചെയ്യാത്ത ടെസ്റ്റ് അതിനകത്ത് വരും എന്നല്ല മീൻ ചെയ്യുന്നത്, നമുക്ക് ആംനിയോസെൻറ്റസിസ് വഴി നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാത്ത ഏതാണ് എന്നാണ് ചോദ്യം. സിമ്പിളാണ്. ക്ലൈൻഫെൽട്ടർ സിൻഡ്രോംസ് ഒക്കെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. സെക്സ് ഡിറ്റർമിനേഷൻ ഇന്ത്യയിൽ ബാൻഡാണ്, പക്ഷേ പല വിദേശ രാജ്യങ്ങളിൽ ഇത് പ്രൊവിഷൻ ഉള്ളതാണ്. പക്ഷേ സെക്സ് ഓഫ് ദ ഫീറ്റസ് നമുക്ക് ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റും. ഡൗൺ സിൻഡ്രോം പറ്റും, ട്രൈസോമി 21 അല്ലേ, 21st ക്രോമസോം. ക്ലൈൻഫെൽട്ടർ സിൻഡ്രോം XXY കണ്ടീഷൻ അല്ലേ, ഒരു ഫീമെയിൽ നേച്ചർ കാണിക്കുന്നത്, ഗൈനക്കോമാസ്റ്റിയ, റുഡിമെൻ്ററി ഓവറി, റുഡിമെൻ്ററി ടെസ്റ്റിസ് ഒക്കെ കാണിക്കുന്നത്, ഇതെല്ലാം ക്ലൈൻഫെൽട്ടർ. ഇതൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷേ ഇതിൽ കണ്ടുപിടിക്കാൻ പറ്റാത്തത് ജോണ്ടിസ്, മഞ്ഞപ്പിത്താണ് ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റാത്തത്. സോ റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ 1 ജോണ്ടിസ്. ദ ഫസ്റ്റ് സ്റ്റേബിൾ പ്രൊഡക്റ്റ് ഓഫ് ഫിക്സേഷൻ ഓഫ് അറ്റ്മോസ്ഫറിക് നൈട്രജൻ ഇൻ ലെഗ്യുമിനസ് പ്ലാന്റ്സ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ക്വസ്റ്റൻ ആണ്. കാരണം മിൽ ന്യൂട്രീഷൻ എന്ന ചാപ്റ്ററിൽ ഈ ക്വസ്റ്റ്യൻ നൈട്രജൻ ഫിക്സേഷൻ എന്നൊരു ക്വസ്റ്റൻ ഉണ്ടാവും എപ്പോഴും. ഇതിൽ ഏത് ഫോമിലാണ് ഫസ്റ്റ് സ്റ്റേബിൾ പ്രോഡക്റ്റ് ഏതാണ്, നൈട്രജൻ ഫിക്സ് ചെയ്യുന്ന ഏത് ഫോമിലാണ് നമുക്കറിയാം. യൂഷ്വലി ഇറ്റ് ഇസ് നൺ അദർ ദാൻ അമോണിയ ഗ്രൂപ്പിലാണ്. ഓക്കെ, അബ്സോർബ് ചെയ്യുന്നത് നൈട്രൈറ്റും നൈട്രേറ്റ് ഗ്രൂപ്പിൽ NO2 NO3 മൈനസ് ഗ്രൂപ്പിലൊക്കെയാണ് അബ്സോർബ് ചെയ്യുന്നത്. പക്ഷേ ഫസ്റ്റ് സ്റ്റേബിൾ പ്രോഡക്റ്റ് എന്നുള്ളത് അമോണിയയാണ്. അതിനർത്ഥം ഒരിക്കലും NO2 NO3 മൈനസ് ഗ്രൂപ്പിലേക്ക് അബ്സോർബ് ചെയ്യുന്നില്ല എന്നല്ല, അമോണിയ അബ്സോർബ് ചെയ്യുന്നില്ല എന്നല്ല, അമോണിയ അബ്സോർബ് ചെയ്യുന്നുണ്ട്. പക്ഷേ NO2 NO3 ഉണ്ടാകുമ്പോൾ അവരാണ് കൂടുതൽ പ്രയോറിറ്റി. സോ ഇവിടെ ബെസ്റ്റ് ആൻസർ, ഇവിടെ ക്വസ്റ്റൻ അതൊന്നും ആയിരുന്നില്ല, കുറച്ചുകൂടി പ്രിസൈസ് ആയിരുന്നു. ഫസ്റ്റ് സ്റ്റേബിൾ പ്രോഡക്റ്റ് ഓഫ് അറ്റ്മോസ്ഫറിക് ഫിക്സേഷൻ ഓഫ് നൈട്രജൻ ഇൻ ലെഗ്യുമിനസ് പ്ലാന്റ്സ് നൺ അതർ ദാൻ അമോണിയ. Question number 15. A biologist studies population of rats in barn. He found that average natality 250, okay, average mortality 240, immigration 20 and emigration 30. നമ്മളിത് ഇവിടെ ഏതൊരു പോപ്പുലേഷൻ ഓർഗാനിസം പോപ്പുലേഷനിലെ ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ നമ്മൾ ആദ്യം മനസ്സിലാക്കുക ഡെൻസിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. പോപ്പുലേഷൻ ഡെൻസിറ്റി വെച്ചുള്ള ക്വസ്റ്റ്യൻ ആണിത്. ഓക്കെ, പോപ്പുലേഷൻ ഡെൻസിറ്റി എടുക്കുകയാണെങ്കിൽ ഒരു പോപ്പുലേഷൻ ഡെൻസിറ്റി കൂടാനുള്ള ചാൻസ്, അതായത് പോപ്പുലേഷൻ ഡെൻസിറ്റി കൂടാനുള്ള ചാൻസ് ഒന്ന് ബർത്ത് റേറ്റിന് അല്ലേ, നാറ്റാലിറ്റി ബർത്ത് റേറ്റ്, മറ്റൊന്ന് ഇമിഗ്രേഷൻ, പുറത്തുനിന്ന് അകത്തേക്ക് വരും, അതും പോസിറ്റീവ് ചാൻസാണ്. അതേസമയം മോർട്ടാലിറ്റി അല്ലെങ്കിൽ ഡെത്ത് റേറ്റ് എന്ന് പറയുന്നത്, അതുപോലെ തന്നെ എമിഗ്രേഷൻ എന്ന് പറയുന്നതും നെഗറ്റീവ് എഫക്റ്റാണ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഈ ഒരു കൺസെപ്റ്റ് നമുക്ക് അറിഞ്ഞാൽ മതി, ഡയറക്റ്റ് ആഡ് ചെയ്താൽ കിട്ടാവുന്ന ആൻസറേ ഉള്ളൂ. ഇപ്പോൾ നമുക്കിവിടെ അറിയാം, സിമ്പിളായിട്ട് നോക്കുകയാണെങ്കിൽ ബർത്ത് റേറ്റ് പ്ലസ് ഇമിഗ്രേഷൻ ഇസ് ഈക്വൽ ടു 270,
ഡെത്ത് റേറ്റ് അല്ലേ, ഡെത്ത് റേറ്റ് എന്നുള്ള മോർട്ടാലിറ്റി പ്ലസ് എമിഗ്രേഷൻ ഇസ് ഈക്വൽ ടു അഗെയിൻ 270. എത്ര കിട്ടുക? മൈനസ് ചെയ്യാൻ നേരത്ത് എത്ര കിട്ടുക? 0 അല്ലേ, റൈറ്റ് ഹാൻഡ് 0. നെറ്റിൻ്റെ ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ എത്രയാണ്? 0. സോ വി മൂവ് ടു ക്വസ്റ്റ്യൻ നമ്പർ 15. സെക്കൻഡറി പ്രൊഡക്ടിവിറ്റി ഈസ് എ റേറ്റ് ഓഫ് ഫോർമേഷൻ ഓഫ് ന്യൂ ഓർഗാനിക് മാറ്റർ ബൈ. ഇവിടെ നമുക്കറിയാം പ്രൊഡക്ടിവിറ്റി, റേറ്റ് ഓഫ് ഫോർമേഷൻ ഓഫ് ന്യൂ ഓർഗാനിക് മാറ്റർ. നമുക്കറിയാം പ്രൊഡക്റ്റ് പല ടൈപ്പ് ഉണ്ട് അല്ലേ. പ്രൊഡക്ടിവിറ്റി എന്നുള്ളത് പ്രൈമറി പ്രൊഡക്ടിവിറ്റി ഉണ്ട്, സെക്കൻഡറി പ്രൊഡക്ടിവിറ്റി ഉണ്ട്, നെറ്റ് പ്രൊഡക്ടിവിറ്റി ഉണ്ട്. സ്റ്റുഡൻസ് ഡോണ്ട് കൺഫ്യൂസ് വിത്ത് ദാറ്റ്. നെറ്റ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, ഞാൻ പറഞ്ഞിരിക്കുന്നത് നെറ്റ് പ്രൊഡക്ടിവിറ്റി എന്നാണ്. നെറ്റ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി കമ്മിങ് അണ്ടർ, അതായത് NPP GPP ഒക്കെ വരുന്നത് പ്രൈമറി പ്രൊഡക്ടിവിറ്റിയുടെ താഴെയാണ് കേട്ടോ. സോ കൺഫ്യൂഷൻ ആവരുത്. നെറ്റ് പ്രൊഡക്ടിവിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ എനർജി ട്രാൻസ്ഫർ ഇൻ ഈച്ച് സക്സസീവ് ട്രോപ്പിക് ലെവൽ. ഓരോ സക്സസീവ് ട്രോപ്പിക് ലെവൽ എത്രത്തോളം എനർജി ട്രാൻസ്ഫർ ചെയ്യുന്നു, അതാണ് നെറ്റ് പ്രൊഡക്ടിവിറ്റി. സെക്കൻഡറി പ്രൊഡക്ടിവിറ്റി എന്ന് പറയുമ്പോൾ പ്രൊഡക്ടിവിറ്റി ബൈ കൺസ്യൂമേഴ്സ്. പ്രൈമറി എന്ന് പറയുമ്പോൾ പ്രൊഡക്ടിവിറ്റി ബൈ പ്രൊഡ്യൂസേഴ്സ്. ക്വസ്റ്റ്യൻ ഇവിടെ പ്രിസൈസ് ആണ്. സെക്കൻഡറി പ്രൊഡക്ടിവിറ്റി ചോദിച്ചിട്ടുണ്ട്, നമുക്കറിയാം ഡയറക്റ്റ് ആൻസർ ആണ് കൺസ്യൂമർ. ഇനി ഇവിടെ ഡീകമ്പോസർ ഉണ്ട്. ഈ ഒരു ട്രോപ്പിക് ലെവൽ എടുക്കുകയാണെങ്കിൽ ഡീകമ്പോസറിനെ നമുക്ക് എവിടെയും ഉൾപ്പെടുത്താൻ പറ്റില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ട്രോപ്പിക് ലെവലിലും ഡീകമ്പോസർ ആക്ട് ചെയ്യാറുണ്ട്. ഓക്കെ, ഒരു എക്കോളജി പിരമിഡ് നമുക്ക് അവരെ ഉൾപ്പെടുത്താൻ പറ്റില്ല. സോ റൈറ്റ് ആൻസർ ഓപ്ഷൻ 4 കൺസ്യൂമേഴ്സ്. വി മൂവ് ടു ക്വസ്റ്റ്യൻ നമ്പർ 16. ഏജ് ഓഫ് എ ട്രീ ക്യാൻ ബി എസ്റ്റിമേറ്റഡ് ബൈ. സിമ്പിൾ. ദ സ്റ്റഡി ഓഫ് ഏജ് ഓഫ് ദ ട്രീ ഈസ് കോൾഡ് ഇറ്റ് ആസ് ഡെൻഡ്രോക്രോണോളജി. അപ്പോൾ ഇത് നമുക്കറിയാവുന്നതാണ്. ഒരു ട്രീയുടെ ആനുവൽ റിങ്സ് വെച്ചാണ് അല്ലേ. ഇപ്പോൾ ഒരു മരമാണെങ്കിൽ ആ മരത്തിൻ്റെ പീസ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്തുള്ള ആനുവൽ റിങ്സിൻ്റെ നമ്പർ വെച്ചാണ് ഏജ് അതിൻ്റെ ഡിറ്റർമിൻ ചെയ്യുന്നത്. സംശയമില്ലല്ലോ, നമുക്കിതെല്ലാം അറിയാവുന്ന, അത് നമുക്ക് സിമ്പിളായിട്ട് അറിയാവുന്ന കാര്യമാണ്. ഓരോ മരത്തിൻ്റെ ഏജ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഡിപ്പെൻഡ്സ് ഓൺ ദ നമ്പർ ഓഫ് ആനുവൽ റിങ്സ്. അതായത് സ്പ്രിംഗ് സീസണും ഓട്ടം സീസണും വെച്ചിട്ടാണ് നമ്മൾ പറയുന്നതൊക്കെ. അതായത് സൈലത്തിൻ്റെ ഗ്രോത്താണ് ഇവിടെ ഏറ്റവും പ്രയോറിറ്റി. വുഡിൻ്റെ ഗ്രോത്ത്, വുഡ് എന്ന് വെച്ചാൽ സൈലത്തിൻ്റെ ഗ്രോത്ത് ഏറ്റവും പ്രയോറിറ്റി. സോ റൈറ്റ് ആൻസർ ഓപ്ഷൻ 1 ഡയമീറ്റർ ഓഫ് ഇറ്റ്സ് ഹാർഡ് വുഡ്. അല്ല, ഡയമീറ്റർ അല്ല, നമ്മൾ പറഞ്ഞു റിങ്സിൻ്റെ നമ്പർ വെച്ചാണ്. ഹൈറ്റ് ഓഫ് എ ഗ്രിത്ത് അല്ല. ബയോമാസ് അതിൻ്റെ അല്ല. സ്റ്റാൻഡിംഗ് ഗ്രോ എക്സ്പ്രസ് ഇൻ ടേംസ് ഓഫ് വെയിറ്റ് അല്ല. നമ്പർ ഓഫ് ആനുവൽ റിങ്സ്. സോ റൈറ്റ് ആൻസർ ഓപ്ഷൻ 4 നമ്പർ ഓഫ് ആനുവൽ റിങ്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 17. എ സ്റ്റേജ് ഇൻ സെൽ ഡിവിഷൻ ഈസ് ഷോൺ ഇൻ ദ ഫിഗർ. സെലക്ട് ദ കറക്റ്റ് ആൻസർ വിച്ച് ഗിവ്സ് എ കറക്റ്റ് ഐഡന്റിഫിക്കേഷൻ ഓഫ് ദ സ്റ്റേജ് വിത്ത് ഇറ്റ്സ് ക്യാരക്ടേഴ്സ്. ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ വരേണ്ടത് ഇതൊരു ടീലോഫേസ് ആണ്. ടീലോഫേസ് ആണ്, സംശയമില്ല. കാരണം അപ്പോൾ ടീലോഫേസിൽ നമുക്കറിയാം മെയിനായിട്ട് വേണ്ടത് ടീലോഫേസ് സ്റ്റേജാന്ന് കിട്ടി. അപ്പോൾ ടീലോഫേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദി റിവേഴ്സൽ ഓഫ് പ്രോഫേസ് ആണെന്നും നമുക്കറിയാം. റിവേഴ്സൽ ഓഫ് പ്രോഫേസ്. പ്രോഫേസിൽ എല്ലാം പോകുമ്പോൾ, ദാറ്റ് മീൻസ് എല്ലാം ഡിസപ്പിയർ ചെയ്യുമ്പോൾ ടീലോഫേസ് എല്ലാം റീഅപ്പിയർ ചെയ്യുകയാണ്. പക്ഷേ ഇവിടെ സെൻട്രിയോൾസ് ആനിമൽ സെല്ലാണെന്ന് മനസ്സിലായി. കാരണം കോൺസ്ട്രിക്ഷൻ ആണ് ഫോം ചെയ്തിരിക്കുന്നത്. നമ്മുടെ മനസ്സിൽ ഇതൊക്കെ വരണം. ഒരു ഡയഗ്രാം കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ ഇതൊക്കെ വരേണ്ടതാണ്. ഇത് കോൺസ്ട്രിക്ഷൻസ് ആണ് കാണിച്ചിരിക്കുന്നത്. ആ ഒരു ഐഡിയ നമുക്ക് വേണമെന്നുള്ളത്. ഓക്കെ, ഇതിൽ സെൻട്രിയോൾസ് ഫോം ചെയ്ത് അപ്പോൾ നമുക്ക് ഉറപ്പിക്കാം ഇത് ആനിമൽ സെല്ലാണ്. ഇനി നമുക്ക് അതിൻ്റെ ക്യാരക്ടറിലേക്ക് പോകും. ഇതെല്ലാം നമ്മൾ മനസ്സിൽ വെച്ച് നമ്മൾ പോകുന്നു. ടീലോഫേസ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ആൻഡ് ന്യൂക്ലിയോളസ് നോട്ട് റീഫോംഡ് യെറ്റ്. ഒരിക്കലും അല്ല. കറക്റ്റാണ് ചോദിച്ചിരിക്കുന്നത്. അവർ ഫോം ചെയ്ത് കഴിഞ്ഞു. ന്യൂക്ലിയർ എൻവലപ്പ് റിഫോംസ്, ഗോൾഗി കോംപ്ലക്സ് റിഫോംസ്, അത് ശരിയാണ്. ഇനി നമുക്ക് എന്നാലും നോക്കാം. ക്രോമസോം മൂവ് ടു ദ എവേ ഫ്രം ദ ഇക്വിറ്റോറിയൽ പ്ലേറ്റ് ആൻഡ് ഗോൾഗി കോംപ്ലക്സ് നോട്ട് പ്രസൻറ്റ്. സോ ഗോൾഗി കോംപ്ലക്സ് പ്രസൻറ്റ് ആണ്. അപ്പോൾ ഇതും തെറ്റാണ്. സെൽ പ്ലേറ്റ് ഫോംഡ്, മൈറ്റോകോൺട്രിയ ഡിസ്ട്രിബ്യൂട്ടഡ് ബിറ്റ്വീൻ 2 ഡോട്ടർ സെൽസ്. സെൽ പ്ലേറ്റ് ഇല്ല, ബിക്കോസ് അത് എന്താ പറയുക, സൈറ്റോകൈൻസ് എന്നവർ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ നമുക്കിനി അതിലേക്ക് പോകേണ്ട ആവശ്യമില്ല. സോ റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ 2 ആണ്. ഓക്കെ, ഇവിടെ ലേറ്റ് അനാഫേസ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ലേറ്റ് അനാഫേസിൻ്റെ ക്യാരക്ടറൊന്നുമല്ല ഈ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, സോ കാരണം ഇവിടെ ലേറ്റ് അനാഫേസ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ എങ്കിൽ പോലും നിങ്ങൾ മനസ്സിലാക്കുക, അവിടെ തന്നിരിക്കുന്ന സ്ട്രക്ചർ നമുക്ക് കൃത്യമായിട്ട് അറിയാം. അവിടെ അനാഫേസിൻ്റെ ഒരു പ്രോപ്പർട്ടി ഇല്ല, റീഅപ്പിയർ ചെയ്തില്ല. സോ റൈറ്റ് ആൻസർ ഓപ്ഷൻ 2. ക്വസ്റ്റ്യൻ നമ്പർ 18. ഇന്റർഫാസിക്കുലർ ക്യാമ്പിയൻ ഡെവലപ്സ് ഫ്രം ദ സെൽസ് ഓഫ്. അപ്പോൾ നമുക്ക് ആദ്യം അറിയേണ്ടത് എന്താണ് ഇന്റർഫാസിക്കുലർ ക്യാമ്പിയൻ എന്നുള്ളത്. ഇതൊരു സ്റ്റെമ്മിൻ്റെ സെക്ഷനാണ്. എസ്പെഷ്യലി സെക്കൻഡറി ഗ്രോത്ത് ഉള്ള ഒരു ഡൈക്കോട്ട് സ്റ്റെം. ഇതിൻ്റെ വാസ്കുലർ ബണ്ടിൽസ് ആണ് ഈ വരക്കുന്നത് കേട്ടോ. ദെൻ ഇൻ ബിറ്റ്വീൻ ദ വാസ്കുലർ ബണ്ടിൽസ് ഇസ് കോൾഡ് ഇറ്റ് ആസ് ഇന്റർഫാസിക്കുലാർ ക്യാമ്പിയം. ഇറ്റ് ഡെവലപ്സ് ഫ്രം, ഈ താഴെയുള്ള
മെഡില്ലറി റേസിൽ നിന്നാണ് ഇവർ ഡെവലപ്പ് ചെയ്യുന്നത്. അതേസമയം സൈലത്തിൻ്റെ ഫ്ലോയത്തിൻ്റെ ഇടയിൽ ക്യാമ്പിയം ഉണ്ട്, ആൻഡ് ദാറ്റ് ഇസ് കോൾഡ് ഇറ്റ് ആസ് ഇൻട്രാഫാസിക്കുലാർ ക്യാമ്പിയം. സോ ഇവിടെ നമ്മൾ ക്വസ്റ്റിലേക്ക് പോകാൻ നമുക്ക് ഇൻ്റർഫാസിക്കുലർ ക്യാമ്പിയം ഡെവലപ്സ് ഫ്രം ദ സെൽസ് ഓഫ് പെരിസൈക്കിൾ, മെഡിലറി റേസ്, സൈലം പാരങ്കൈമ, എൻഡോഡെർമിസ്. ക്ലിയർ ആൻസർ ഉണ്ട്, മെഡിലറി റേസ്. We move to next. Question number 19. During seed germination, it is stored food is mobilized by. ഒരു വിത്ത് മുളക്കാണ്. വിത്ത് മുളക്കുമ്പോൾ കാരണം ഈ വിത്ത് മുളച്ച് വരുന്നതിന് എനർജി വേണം അല്ലേ? ഒരു വിത്ത് മുളക്കുന്നതിന് ശരിക്കും പറഞ്ഞാൽ എനർജി വേണം. ഒത്തിരി ഹീറ്റൊക്കെ ലിബറേറ്റ് ചെയ്യുന്ന പ്രോസസ്സാണ് വിത്ത് മുളക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ഹീറ്റ് ലിബറേറ്റ് ചെയ്യുമ്പോഴും എനർജി പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ അതിൻ്റെ അകത്ത് എനർജി കൊടുക്കുന്ന എനർജി ഗിവേഴ്സ് ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ് സോഴ്സ് വേണം. ആ കാർബോഹൈഡ്രേറ്റ് റെസ്പിറേഷനിലേക്ക് പോയി അത് ATP ആയിട്ട് പുറത്തേക്ക് വരണം, എങ്കിലേ ഈ വിത്ത് റാഡിക്കൽ പ്ലൂമുകളൊക്കെ മുളക്കുള്ളൂ. അപ്പോൾ ഈ കാർബോഹൈഡ്രേറ്റിനെ സ്റ്റോർ ചെയ്യുന്നതും അതുതന്നെ ഈ എന്താ പറയുക സീഡ് ജെർമിനേഷൻ ഫുഡ് കൂട്ടിവെക്കുന്ന ആയിട്ടുള്ള ഹോർമോൺ ഏതാണെന്ന ചോദ്യം. വിച്ച് മീൻസ് ദാറ്റ് സിംപ്ലി എ ഹോർമോൺ, ഈ ക്വസ്റ്റ്യൻ വേറെ രീതിയിൽ നമുക്ക് ഇൻ്റർപ്രറ്റ് ചെയ്യാം. എ ഹോർമോൺ വിച്ച് ഹെൽപ്സ് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് ആൽഫ അമൈലേസ് ഇൻ പ്ലാന്റ്സ്. അതാണ് ഈ ക്വസ്റ്റിൻ്റെ ഒരു രത്നച്ചുരുക്കം, അല്ലെങ്കിൽ ഒരു നമുക്കൊരു പ്രിസൈസ് ആയിട്ട് മനസ്സിലാവുന്നത്. ആൽഫ അമൈലേസ് ഏത് ഹോർമോണാണ് ഇതിനെ ഹെൽപ്പ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് നൺ അതർ ദാൻ ജിബർലിൻസ്. ജിബർലിൻസിനാണ് അങ്ങനത്തെ ഒരു പ്രോപ്പർട്ടി ഉള്ളത്. അതിൻ്റെ ഒരു ഫംഗ്ഷൻ ഒന്നതാണ് ഇൻക്രീസസ് എ പ്രൊഡക്ഷൻ ഓഫ് ആൽഫ അമൈലേസ്, വിച്ച് മീൻസ് ദാറ്റ് ഫുഡ് സ്റ്റോർഡ് മൊബിലൈസേഷൻ എന്നുള്ളത്. സോ എത്തിലും നമുക്കറിയാം ദ ഒൺലി ഗ്യാഷ്യസ് ഹോർമോൺ C2H2 അല്ലേ, സിമ്പിൾ ഹോർമോൺ. ABA നമുക്കറിയാം സ്ട്രെസ് ഹോർമോണാണ് അല്ലേ, ഹെൽപ്പ് ഇൻ ദ ഓപ്പണിംഗ് ക്ലോഷർ ഓഫ് സ്റ്റൊമാറ്റ. ഇത് എത്തിലിനാണെങ്കിൽ നമുക്കറിയാം യൂഷ്വലി ഫ്രൂട്ട് റൈപ്പനിങ്ങിന്. ഇനി സൈറ്റോകൈനാണെങ്കിൽ സെൽ ഡിവിഷൻ and chloroplast development. So right answer is gibberellin. We move to question number 20. Meiosis takes place in. Meiosis കൂട്ടത്തിൽ എവിടെയാണ് നടക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം. ഇവിടെ നമുക്കറിയാം മെഗാസ്പോർ എന്ന് പറയുന്നത് ബേസിക്കലി ഒരു ആണ്, ഹാപ്ലോയിഡ് ആണ്. ഹാപ്ലോയിഡ് സെൽസിൽ ഒരിക്കലും മയോസിസ് നടക്കില്ല. കൊണിഡിയൊക്കെ ഹാപ്ലോയിഡ്സ് ആണ്, സ്പോസ് ആണ്. ജെമ്യൂൾസ് എല്ലാം ഹാപ്ലോയിഡ്സ് ആണ്. നമ്മൾ പണ്ട് തൊട്ടേ പഠിക്കുന്നുണ്ട്. ഈ ക്വസ്റ്റ്യൻ നമ്മൾ ആദ്യം അറിയുന്നതിന് മുമ്പ് മൈറ്റോസിസും മയോസിസും എവിടെ നടക്കുന്നു എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. മൈറ്റോസിസ് ഡിപ്ലോയിഡ് സെൽസിലും ഹാപ്ലോയിഡ് സെൽസിലും നടക്കാം. ഓക്കെ, പക്ഷേ മയോസിസ് ഓൺലി ടേക്കിംഗ് പ്ലേസ് ഇൻ ഡിപ്ലോയിഡ് സെൽസ്. അങ്ങനെ നമ്മൾ നോക്കിയാൽ മതി. ഇതിൽ ഏതാണ് 2N എന്ന് മാത്രം പഠിച്ചാൽ മതി. മയോസൈറ്റ് എന്നുള്ളത് 2N ആണ്. സോ റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ 2 മയോസൈറ്റ്. Question 21. Which of the following criteria does not pertain to facilitate transport? Facilitate transport എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതൊരു ഡൗൺ ഹിൽ ട്രാൻസ്പോർട്ടാണ് അല്ലേ. അതായത് മൂവ്മെൻറ്റ് ഓഫ് സബ്സ്റ്റൻസ് ഫ്രം ഹയർ കോൺസെൻട്രേഷൻ ടു ഇറ്റ്സ് ലോവർ കോൺസെൻട്രേഷൻ ത്രൂ എ കാരിയർ പ്രോട്ടീൻ വഴിയാണ് ഫെസിലിറ്റി ട്രാൻസ്പോർട്ടേഷൻ നടക്കുന്നത്. അപ്പോൾ നമുക്ക് ഡസ് നോട്ട് എന്ന് ചോദിച്ച സ്ഥിതിക്ക് നമുക്ക് ഡയറക്റ്റായിട്ട് പോവാം. ഓപ്ഷൻ 1 അപ്ഹിൽ ട്രാൻസ്പോർട്ട്. അപ്പോൾ തന്നെ മനസ്സിലായി അതൊരു ആക്റ്റീവ് ട്രാൻസ്പോർട്ടാണ്. സോ ഇത് ഡസ് നോട്ട് പെർട്ടൈൻ ആണ് ആൻസർ. റിക്വയർമെൻറ്റ് സ്പെഷ്യൽ മെംബ്രെയിൻ പ്രോട്ടീൻസ്. ഓഫ് കോഴ്സ് ഫെസിലിറ്റി ട്രാൻസ്പോർട്ടേഷൻ നടക്കുന്നുണ്ടെങ്കിൽ അതിനൊരു പ്രോട്ടീൻ മെംബ്രെയിൻ വേണം, എങ്കിൽ മാത്രമേ അത് പോവുള്ളൂ. അപ്പോൾ അത് ശരിയാണ്. ഹൈ സെലക്ടിവിറ്റി, ശരി, സെലക്റ്റീവ് ആയിട്ടുള്ള കമ്പോണൻസ് മാത്രമേ കടത്തു വിടുള്ളൂ, അല്ലെങ്കിൽ സിമ്പിൾ ഡിഫ്യൂഷൻ ആയി പോയില്ലേ. ട്രാൻസ്പോർട്ട് സാച്ചുറേഷൻ, ഓഫ് കോഴ്സ് സാച്ചുറേഷൻ വേണം. ഇവിടെ നിന്ന് നമ്മൾ ഒരു സബ്സ്റ്റൻസ് ഇവിടെ സാച്ചുറേറ്റ് ആയി അത് കടന്ന് ഇപ്പുറത്ത് വരണം, എങ്കിൽ ട്രാൻസ്പോർട്ട് സാച്ചുറേഷൻ എന്ന് വിളിക്കുള്ളൂ. സോ ഹയർ കോൺസെൻട്രേഷനിൽ നിന്ന് ലോവർ കോൺസെൻട്രേഷൻ മൂവ് ചെയ്യുന്നതാണ് ത്രൂ എ കാരിയർ പ്രോട്ടീൻ വഴി മൂവ് ചെയ്യുന്നതാണ് നമ്മളെപ്പോഴും ഫെസിലിറ്റേറ്റഡ് ട്രാൻസ്പോർട്ട് എന്ന് വിളിക്കുന്നത്. ഇറ്റ് ഈസ് യൂഷ്വലി എ ഡൗൺ ഹിൽ ട്രാൻസ്പോർട്ടാണ്. സോ റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ, ഇവിടെ അപ്പ് ഹിൽ എന്ന് കൊടുത്തിരിക്കുന്നത്, അപ്പോൾ ഇതാണ് തെറ്റ്. സോ ആൻസർ ഇസ് ഓപ്ഷൻ 1. Question number 22. A major site for the synthesis of lipids. ലിപ്പിഡ് സിന്തസൈസ് ചെയ്യുന്നത് എവിടെയാണ്? നമുക്കറിയാം ലിപ്പിഡ് സിന്തസിസ് നടക്കുന്നത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലാണെന്ന് നമുക്കറിയാം. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൻ്റെ ഫംഗ്ഷനാണ്. അതിൽ ഏത് എൻഡോപ്ലാസ്മിക് RER ഉണ്ട്, SCR ഉണ്ട്. ഓക്കെ, ഇതിൽ RER, SCRും RERും. RERൻ്റെ ഫംഗ്ഷൻ പ്രോട്ടീൻ സിന്തസിസ് ആണ്, ബിക്കോസ് ഓഫ് ദ പ്രസൻസ് ഓഫ് റൈബോസോംസ്. SCRൻ്റെ ഫംഗ്ഷൻ ബേസിക്കലി ലിപ്പിഡ് സിന്തസിസ് ആണ്. ലിപ്പിഡ് സിന്തസിസ്. സോ റൈറ്റ് ആൻസർ ഇസ് SCR.
ഇനി സിംപ്ലാസ്റ്റ് ഉണ്ട്. സിംപ്ലാസ്റ്റ് എന്ന് വെച്ചാൽ ശരിക്കും ഒരു മൂവ്മെൻ്റാണ്, വാട്ടർ മൂവ്മെൻ്റാണ്. അപ്പോപ്ലാസ്റ്റ് ആൻഡ് സിംപ്ലാസ്റ്റ് മൂവ്മെൻറ്റിൽ ഇൻട്രസ്റ്റെല്ലാർ സ്പേസസിലൂടെ അല്ലാതെ സെല്ലിൻ്റെ അകത്തൂടി പോകുന്നതിനാണ് സിംപ്ലാസ്റ്റ് മൂവ്മെൻ്റ് എന്ന് വിളിക്കുന്നത്. ന്യൂക്ലിയോപ്ലാസം എന്ന് പറയുമ്പോൾ ന്യൂക്ലിയസിൻ്റെ സൈറ്റോപ്ലാസം ഓഫ് ന്യൂക്ലിയസ്. വി മൂവ് ടു ക്വസ്റ്റ്യൻ നമ്പർ 23. നാച്ചുറൽ റിസർവെയർ ഓഫ് ഫോസ്ഫറസ്. നമുക്കറിയാം ദ ഗ്ലോബൽ റിസർവെയർ ഓഫ് ഫോസ്ഫറസ്, പണ്ട് തൊട്ടേ ഫോസ്ഫറസ് കാണുന്നത് റോക്കിലാണ് അല്ലേ? കാരണം ഇറ്റ്സ് എ സെഡിമെൻ്ററി സൈക്കിൾ ഫോളോ ചെയ്യുന്നവരാണ്. സോ റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ 4 റോക്ക്. ഓക്കെ. അതേസമയം കാർബൺ ആണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. കാർബൺ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഗ്ലോബൽ റിസർവെയർ, കാർബണിൻ്റെ ഗ്ലോബൽ റിസർവെയർ ഏതെന്ന് ചോദിക്കുകയാണെങ്കിൽ റൈറ്റ് ആൻസർ ഇസ് ഓഷ്യൻ. ഓക്കെ. ഇവിടെ നമ്മൾ ചോദിച്ചത് ഫോസ്ഫറസ് ആണ്. സോ റൈറ്റ് ആൻസർ ഇസ് റോക്ക്. We move to question number 24. Which of the metabolites is common to respiration mediated breakdown of fat, carbohydrate and proteins? See students, ഇതാണ് respiration fat, carbohydrate, protein. ഇതിൽ ഫാറ്റും കാർബോഹൈഡ്രേറ്റും ബ്രേക്ക് ഡൗൺ ചെയ്തു, വിച്ച് മീൻസ് ദാറ്റ് സിംപ്ലി അവർ ബ്രേക്ക് ഡൗൺ ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കാർബോഹൈഡ്രേറ്റ് ഗ്ലൈക്കോൾസിലേക്ക് പോയി ഫാറ്റിൽ നിന്നുള്ള ഇൻ്റർമീഡിയറ്റും ഗ്ലൈക്കോൾ സ്റ്റെപ്പിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവർ കോമൺ ആയിട്ട് ഫോം ചെയ്യുന്ന അസറ്റൈൽ കോഎൻസൈം എ ആണ്. അതേസമയം പ്രോട്ടീൻ ആണെന്നുണ്ടെങ്കിൽ പ്രോട്ടീൻ ആദ്യം പൈറുവിക് ആസിഡായി അതിനുശേഷം മൈറ്റോകോൺട്രിയയിലേക്ക് കയറി അസിറ്റൈൽ കോഎൻസൈം എ ആവും. അപ്പോൾ ഇവർക്ക് 3 പേർക്കുമുള്ള കോമൺ ഇൻ്റർമീഡിയറ്റ് ഏതെന്ന ചോദ്യം നമുക്ക് നോക്കാം ഇനി. ഓക്കെ, ദ ബെസ്റ്റ് ആൻസർ ഈസ് അസിറ്റൈൽ കോഎൻസൈം എ. ഈ 3 പേർക്കുള്ള കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് അസിറ്റൈൽ കോഎൻസൈം എ. സോ റൈറ്റ് ആൻസർ ഓപ്ഷൻ 1 അസിറ്റൈൽ കോഎൻസൈം എ. മറ്റൊന്നും നോക്കേണ്ട ആവശ്യമില്ല, അത് നമുക്കറിയാം. Question number 25. Which one of the following process during decomposition is correctly described? Decomposition process നമുക്കറിയാം. ആദ്യം ഫ്രാഗ്മെൻറ്റേഷൻ, കാറ്റബോളിസം, ലീച്ചിങ്, മിനറലൈസേഷൻ, ഹ്യൂമിഫിക്കേഷൻ, മിനറലൈസേഷൻ. ഇതാണ് യൂഷ്വലി ഡീകമ്പോസിഷൻ പ്രോസസ്സ് ഉള്ളത്. അപ്പോൾ അതിൻ്റെ ഏത് പ്രോസസ് കറക്റ്റ്? ലീച്ചിങ് ഈസ് വാട്ടർ സോല്യുബിൾ ഇനോർഗാനിക് ന്യൂട്രിയൻസ് റൈസസ് ടോപ്പ് ലെയർ ഓഫ് സോയിൽ. അല്ല, ലീച്ചിങ് എന്ന് വെച്ചാൽ ഒരു ഷീറ്റ് പോലെ കിടക്കുക അല്ലേ, താഴത്തേക്ക് അടിഞ്ഞു കൂടുക, ടോപ്പ് സോയിലിലേക്ക് ലോവർ ലെയേഴ്സിലേക്ക് പോകാം. അപ്പോൾ അത് തെറ്റാണ്. ഫ്രാഗ്മെൻറ്റേഷൻ ക്യാരിഡ് ബൈ ഓർഗൻസ് സച്ച് ആസ് എർത്ത് വോം. ശരിയാണ്, കാരണം കോംപ്ലക്സ് ഫുഡ് സബ്സ്റ്റൻസ് സിമ്പിളാക്കി മാറ്റുന്നു എർത്ത് വോം. അപ്പോൾ അത് ശരിയാണ്. ഹ്യൂമിഫിക്കേഷൻ ലീഡ്സ് ടു, എങ്കിൽ നമുക്ക് മറ്റുള്ള ഓപ്ഷൻസ് നോക്കാം. Humification leads to accumulation of dark colored substance humus which undergoes microbial action at a very fast rate. Actually leads to accumulation of dark colored substance, thick amorphous dark color structure ആണ്, അത് ശരിയാണ്. which undergoes microbial action at very fast, അല്ല very slow rate ആണ് ഇവിടെ പോകുന്നത്. അപ്പോൾ അത് തെറ്റാണ്. കാറ്റബോളിസം ലാസ്റ്റ് സ്റ്റെപ്പ് ഓഫ് ദ ഡീകമ്പോസിഷൻ. നോ, കാറ്റബോളിസം ലാസ്റ്റ് സ്റ്റെപ്പ് അല്ല, അപ്പോൾ തന്നെ തെറ്റി അല്ലേ. സോ റൈറ്റ് ആൻസർ ഓപ്ഷൻ 2. സോ നമ്മളിപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 25 കഴിഞ്ഞു. നെക്സ്റ്റ് വി മൂവ് ടു ക്വസ്റ്റ്യൻ നമ്പർ 26. ഈ ക്വസ്റ്റ്യൻ ഒരു ജനറ്റിക്സിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഈ ബോത്ത് പാരൻസ് ആർ കാരിയേഴ്സ് ഫോർ തലസീമിയ വിച്ച് ഇസ് ആൻ ഓട്ടോസോമൽ റെസസീവ് ഡിസോർഡർ. അപ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് കിട്ടി ഓട്ടോസോമൽ റെസസീവ് ഡിസോർഡർ ആണ്, വിച്ച് മീൻസ് ദാറ്റ് നമ്മളെ സെക്സ് ക്രോമസോമിനെ അല്ല ബാധിക്കുന്നത്, ഓട്ടോസോംസ് ആണ്. അപ്പോൾ നമ്മൾ ആദ്യം തലസീമിയ എന്താണെന്ന് അറിയുക, അതിനുശേഷം ഓട്ടോസോംസ് എന്താണെന്ന് അറിയുക. ബേസ് കാര്യമാണത്. തലസീമിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂഷ്വൽ കേസിൽ തലസീമിയ വന്നു കഴിഞ്ഞാൽ യൂഷ്വലി നമുക്ക് HBയുടെ കോൺസെൻട്രേഷൻ നന്നായിട്ട് കുറയും, ഹിമോഗ്ലോബിൻ്റെ കോൺസെൻട്രേഷൻ കുറയും. ലീഡ്സ് ടു എന്തായിട്ട് മാറാം, അത് ആ വ്യക്തി എന്നുള്ളത് അനീമിക്കായിട്ട് മാറും, അനീമിക് കണ്ടീഷനായിട്ട് മാറും. അപ്പോൾ ഈ ഹിമോഗ്ലോബിൻ കോൺസെൻട്രേഷൻ കുറയുന്നതുകൊണ്ട് ഈ തലസീമിയ സംഭവിക്കാൻ സാധ്യതയുണ്ട്. ആൻഡ് ദാറ്റ് ലീഡ്സ് ടു തലസീമിയ ഉള്ളവർക്ക് ഹിമോഗ്ലോബിൻ കോൺസെൻട്രേഷൻ നന്നായിട്ട് കുറഞ്ഞു, അതിനുശേഷം അനീമിക്കായി. ഇതൊരു ഓട്ടോസോമൽ റെസസീവ് ഡിസോർഡറാണ്. ഈ ഓട്ടോസോമൽസിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ടെൻ ടു സ്കിപ്പ് ജനറേഷൻ, ഓരോ ജനറേഷനിലും സ്കിപ്പ് ചെയ്യാൻ സാധ്യതയുണ്ട്. അതായത് ഇപ്പോൾ നമ്മുടെ ഗ്രാൻഡ് പാരൻറ്റിന് ഉണ്ടെന്നിരിക്കട്ടെ, ഇമാജിൻ ഒരു ഇൻഡിവിജ്വലിൻ്റെ ഗ്രാൻഡ് പാരൻസിന് തലസീമിയ ഉണ്ട്, അത് നേരെ ഈ ഇൻഡിവിജ്വലിൻ്റെ പാരൻറ്റിനും എന്നോ നിർബന്ധമില്ല. ഇപ്പോൾ നോക്കി, ഒരു ഗ്രാൻഡ് പാരൻസ് ഇവിടെ നിന്നുണ്ടായിരുന്ന ഒരു പെൺകുട്ടി വിവാഹം കഴിച്ചു. ഓക്കെ, അതിലൊരു കുട്ടിയുണ്ടായി. അപ്പോൾ ഗ്രാൻഡ് പാരൻസ് തലസീമിക്കാണ്. ഓക്കെ, ഗ്രാൻഡ് പാരൻസ് അത് ഓട്ടോസോമൽ റെസസീവ് ഡിസോർഡറാണ്. അപ്പോൾ ഇവർക്ക് ഉണ്ടാവണം നിർബന്ധമില്ല. കാരണം വെച്ചാൽ ഈ ഓട്ടോസോമൽ റെസസീവ് ഡിസോർഡറിന് ഏറ്റവും പ്രത്യേകത എന്ന് വെച്ചാൽ ടെൻ ടു സ്കിപ്പ് ജനറേഷൻ സ്കിപ്പ് ചെയ്ത് പോകും. അതുകൊണ്ട് തന്നെ കുറച്ചും കൂടി നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്ത് കുറച്ച് ബുദ്ധിമുട്ടാണ് ഈ ഓട്ടോസോമൽ റെസസീവ് എന്ന് പറയുമ്പോൾ. അപ്പോൾ കം ടു ദ പോയിന്റ്,
വാട്ട് ആർ ദ ചാൻസ് ഓഫ് പ്രഗ്നൻസി റിസൾട്ടിങ് അഫക്റ്റഡ് ചൈൽഡ്? അപ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഈ തലസീമിയയുടെ നമ്മൾ ഓട്ടോസോംസ് ആണെന്ന് പറഞ്ഞു അല്ലേ. ഓട്ടോസോം റിസസീവ് ഡിസോർഡർ ആയതുകൊണ്ട് ഇറ്റ് ഷുഡ് ബി റെപ്രസെൻറ്റഡ് ആസ് നമുക്ക് ഇങ്ങനെ എഴുതാം, ക്യാപിറ്റൽ എ ക്യാപിറ്റൽ ഓട്ടോസോംസ് അല്ലേ. അപ്പോൾ ഇങ്ങനെ വരികയാണെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് അഫക്റ്റഡ് ആണ്, അഫക്റ്റഡ് അല്ല. അതേസമയം ക്യാപിറ്റൽ എ സ്മോൾ എ വരികയാണെങ്കിൽ ഇവർ ക്യാരിയേഴ്സ് ആയിരിക്കും. അപ്പോൾ ഇവിടെ ആൺ പെൺ ഭേദമില്ലാതെ ക്യാരിയേഴ്സ് ആവാം, ബിക്കോസ് ഇറ്റ്സ് ഓട്ടോസോമൽ റിസസീവ് ഡിസോർഡർ. അതേസമയം റിസസീവ് കണ്ടീഷൻ അല്ലേ, ഇങ്ങനെ വരികയാണെങ്കിൽ ഇവർ ഡിസീസ്ഡ് ആണ്. അപ്പോൾ ഈ തലസീമിയ ക്യൂറബിൾ ആണോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇറ്റ്സ് വെരി സിമ്പിൾ, ക്യൂറബിൾ ആണ്. സ്റ്റെം സെൽ തെറാപ്പിയിലൂടെയും അതുപോലെ തന്നെ ബോൺ മാരോ ട്രാൻസ്പ്ലാന്റേഷനിലൂടെയും മാത്രമേ തലസീമിയ ക്യൂറബിൾ ആയിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഇവിടെ ഇപ്പോൾ നമുക്ക് ഈ ഒരു കണ്ടീഷൻ നമുക്ക് അറിയാമെന്നുണ്ടെങ്കിൽ ഈ പ്രോബ്ലം ഈസി ആയിട്ട് ചെയ്യാം. ഇവിടെ ചോദിച്ച ക്വസ്റ്റ്യൻ എന്താ, ബോത്ത് പാരൻസ് ആർ ക്യാരിയേഴ്സ്. അപ്പോൾ ഇവിടെ ക്ലിയർ ആയിട്ട് നമ്മൾ വരച്ചു വെച്ചിട്ടുണ്ട് ക്യാരിയേഴ്സ്. നമുക്ക് നോക്കാം ചാൻസ് ഓഫ് എങ്ങനെയാണ് പ്രഗ്നൻസിയിൽ വരുന്നതെന്ന്. ക്യാരിയേഴ്സ് ആണ്, ഇതിൽ കിട്ടാൻ സാധ്യത എന്നുള്ളത് നമുക്കറിയാം. അഫക്റ്റഡ് ചൈൽഡ് കിട്ടാനുള്ള ചാൻസ് എത്രയാണ് അവർ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അഫക്റ്റഡ് ചൈൽഡ് വരണമെന്നുണ്ടെങ്കിൽ എല്ലാം റെസസീവ് കണ്ടീഷനിൽ വരണം. ഇത് നമുക്ക് കിട്ടാൻ സാധ്യത ഒരു ഹോമോസൈഗസ് നോർമൽ ഇൻഡിവിജ്വൽ, ദെൻ 2 ഹെട്രോസൈഗസുകൾ, ദെൻ എ പ്യോർ homozygous recessive. So the chance is 25%, that is 1/4. 1/4 on chance. So right answer option for 25%. അപ്പോൾ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ കിട്ടുകയാണെങ്കിൽ വിട്ട് കളയാതെ ആദ്യം തലസീമിയ എന്തൊക്കെ കണ്ടീഷനാണ് നമ്മൾ അറിഞ്ഞിരിക്കണം, റെസസീവ് ഡിസോർഡറിൻ്റെ പ്രത്യേകത എന്തൊക്കെയാണ്, ഓട്ടോസോമൽ കണ്ടീഷൻ എങ്ങനെയാണ് ചോദിച്ച് അറിഞ്ഞിരിക്കണം നമ്മൾ. അപ്പോൾ ഇത് ആണിനും പെണ്ണിനും ഈക്വൽ ചാൻസ് ആണ് കിട്ടാനുള്ളത്. സോ വി മൂവ് ടു ക്വസ്റ്റ്യൻ നമ്പർ 20. ഓക്കെ, നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകണം. ക്വസ്റ്റ്യൻ നമ്പർ 27. Which of the following statement is not true of 2 genes that show 50% recombination frequency? So നമ്മുടെ ക്വസ്റ്റ്യനിലെ ഹിൻഡ് ഇവിടെ കിടപ്പുണ്ട്, 50% റീകോമ്പിനേഷൻ ഫ്രീക്വൻസി എന്നുള്ളത്. ഇതും ജനറ്റിക്സിൽ റിലേറ്റഡ് ആണ്, ലിങ്കേജ് ആൻഡ് റീകോമ്പിനേഷൻ. ഇതിനെ ബേസ് ചെയ്ത് ഒത്തിരി ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട് റീകോമ്പിനേഷൻ്റെ വെച്ചിട്ട്. ഇത് ഈ മെൻഡേലിയൻ ജനറ്റിക്സിന് ശേഷം എക്സ്പെരിമെൻ്റൽ ജനറ്റിക്സ് ഡ്രോസോഫില മെലനോഗാസ്റ്ററിൽ എക്സ്പെരിമെൻ്റലി പ്രൂവ് ചെയ്തത് സിമിലർ പീ പ്ലാന്റ് ജനറ്റിക്സ് ഗ്രിഗർ ജോഹാൻ മെൻഡൽ ചെയ്ത പോലെ നമ്മൾ തോമസ് ഹണ്ട് മോർഗൻ TH മോർഗനാണ് എക്സ്പെരിമെൻ്റൽ ജനറ്റിക്സിൻ്റെ പ്രൂവ് ചെയ്ത് ഇൻ ഡ്രോസോഫില മെലനോഗാസ്റ്റർ. TH മോർഗനാണ് ഇത് ചെയ്തത്. ക്യൂൻ ഓഫ് ജനറ്റിക്സ് ഡ്രോസോഫില മെലനോഗാസ്റ്റർ. ഇത് ഈ 50% റീകോമ്പിനേഷൻ ഫ്രീക്വൻസിയെക്കുറിച്ചും ഇതിൻ്റെ ക്രോസ് ഓവർ വാല്യൂയെക്കുറിച്ചൊക്കെ പഠിച്ചതും ഇദ്ദേഹത്തിൻ്റെ ശിഷ്യനായിരുന്ന സ്റ്റുവർട്ടൻ്റ് ആണ്, ആൽഫ്രഡ് സ്റ്റുവർട്ടൻ്റ്. ആണ് ഇതേക്കുറിച്ച് പഠിച്ചിരുന്നത്. ഇപ്പോൾ ഇവിടെ ക്വസ്റ്റ്യനിലേക്ക് വരാം. 50% റീകോമ്പിനേഷൻ ഫ്രീക്വൻസി, 50% റീകോമ്പിനേഷൻ ഫ്രീക്വൻസി കാണിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം അറിയേണ്ടത് ലിങ്കേജ് ആൻഡ് ക്രോസിംഗ് ഓവറിനെ കുറിച്ച് ബേസ് ഐഡിയ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുള്ളൂ. സി, ഇപ്പോൾ ഇതൊരു ക്രോമസോം, ജസ്റ്റ് ഇമാജിൻ ക്രോമസോമിൻ്റെ ഒരു ക്രോമാറ്റിഡ് വരച്ചിരിക്കുകയാണ്. ഇവിടെ ഇതൊരു ജീൻ എ ആൻഡ് ജീൻ ബി. ഇത് ഫസ്റ്റ് കണ്ടീഷൻ, ഇത് സെക്കൻഡ് കണ്ടീഷൻ. സി, ഇതൊരു സെയിം വേറൊരു ക്രോമസോം. ഇതിൽ ജീൻ എ സെയിം തന്നെ നമുക്ക് കൊടുക്കാം, ജീൻ ബി എന്ന് വെച്ചാൽ കുറച്ച് നമ്മുടെ അസംഷനാണ് അല്ലെങ്കിൽ ഹൈപ്പോത്തറ്റിക്കലാണ്, നിങ്ങൾക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ സുഖം ഇങ്ങനെയാണ്. ഇപ്പോൾ ഇവർക്കിടയിൽ ഡിസ്റ്റൻസ് ഭയങ്കര കൂടുതലാണ് ഈ 2 ജീനുകൾക്കിടയിൽ, അതേസമയം ഇവർക്കിടയിൽ ഡിസ്റ്റൻസ് ഭയങ്കര കുറവാണ്. അപ്പോൾ ഡിസ്റ്റൻസ് കൂടുന്തോറും ഇപ്പോൾ നമ്മൾ ഒരു ബെഞ്ച് ഇമാജിൻ ചെയ്യും. ഒരു ബെഞ്ചിൽ ഒരു 2 കുട്ടികളിരിപ്പുണ്ട് ഒരു ബെഞ്ചിൽ. ഓക്കെ, ഈ 2 കുട്ടികൾ രണ്ട് എക്സ്റ്റെൻഡ് ആയിട്ട് 2 അറ്റത്തിരിക്കുകയാണെങ്കിൽ അവർക്കിടയിൽ ഡിസ്റ്റൻസ് കൂടുതലാണ്, റൈറ്റ്? അപ്പോൾ വേറെ മൂന്നാമതൊരാൾക്ക് ഇരിക്കാനുള്ള സൗകര്യം ഉണ്ട്. അതേസമയം ഈ 2 കുട്ടികൾ ഭയങ്കര ക്ലോസ് റേഞ്ചിൽ ഇരിക്കുകയാണെന്ന് ഇരിക്കട്ടെ, അവർക്ക് ഡിസ്റ്റൻസ് ഭയങ്കര കുറവാണ്, അവിടെ മൂന്നാമതൊരാൾക്ക് ഇരിക്കാനുള്ള സൗകര്യം ഇല്ല. ഓക്കെ, അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇമാജിൻ ചെയ്യാം, ഇത് ജീനായിട്ട് കൺസിഡർ ചെയ്യാം. ഇവിടെ മൂന്നാമത്തെ കുട്ടിയെന്ന് പകരം ക്രോസ് ഓവറായിട്ട് കൺസിഡർ ചെയ്യാം. നമ്മൾ ക്രോസിംഗ് ഓവറായിട്ട് കൺസിഡർ ചെയ്യാം. ഇപ്പോൾ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ജീൻ ഇൻക്രീസസ്. ഇപ്പോൾ നോക്കിയേ, നമുക്കത് ഷോർട്ടായിട്ട് എഴുതാം. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ
ജീൻ ഇൻക്രീസസ്, ജീനുകൾ തമ്മിലുള്ള അകലം കൂടുകയാണെങ്കിൽ ക്രോസിംഗ് ഓവർ ഓൾസോ ഇൻക്രീസസ്. ക്രോസിംഗ് ഓവർ ഓൾസോ ഇൻക്രീസസ്. അതേസമയം ലിങ്കേജ് ഡിക്രീസസ്. അപ്പോൾ എന്താണ് ലിങ്കേജ് എന്ന് പറയണം? ലിങ്കേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ ബ്ലോക്ക് എന്ന മീൻ ചെയ്യുന്ന എൻ ബ്ലോക്ക്, അതായത് ടു സ്റ്റേ ടുഗദർ. സ്റ്റേ ടുഗദർ അതായത് ജീനുകൾ തമ്മിൽ ടൈറ്റ്ലി പാക്ക്ഡ് ആണ്. നേരത്തെ നമ്മളെ കുട്ടികളുടെ കേസ് പറഞ്ഞാൽ കുട്ടികളുടെ കേസ് വളരെ അടുത്താണ് കുട്ടികൾ ഇരിക്കുമ്പോൾ അവർ തമ്മിൽ ടൈറ്റ്ലി പാക്ക്ഡ് ആണ്, മൂന്നാമതൊരു കുട്ടിക്ക് ഇരിക്കാൻ പറ്റില്ല. അതേസമയം ലിങ്കേജ് എന്ന് പറയുന്നത് ഇപ്പോൾ സപ്പോസ് ലിങ്കേജ് എന്ന് പറഞ്ഞാൽ ആ ജീനുകൾ തമ്മിലുള്ള അകലം വളരെ കുറവാണ്. സോ ജീൻസ് ആർ ടൈറ്റ്ലി പാക്ക്ഡ്, സോ ദർ ഇസ് നോ ക്രോസ് ഓവർ. ഇപ്പോൾ ഡിസ്റ്റൻസ് ഇത് ഫസ്റ്റ് കണ്ടീഷൻ. സെക്കൻഡ് കണ്ടീഷൻ എന്ന് പറയുകയാണെങ്കിൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ജീൻ ഡിക്രീസസ്, ക്രോസിംഗ് ഓവർ ഡിക്രീസസ്, ലിങ്കേജ് ഇൻക്രീസസ്. ഇങ്ങനെ ഇപ്പോൾ ഈ ലിങ്കേജ് കൂടിയാൽ എന്താണ് പ്രശ്നം, ലിങ്കേജ് കുറഞ്ഞാൽ എന്താണ് പ്രശ്നം എന്നുള്ളത് അടുത്തൊരു ചോദ്യമാണ്, എല്ലാവർക്കും മനസ്സിൽ വരുന്നതാണ്. ലിങ്കേജ് കൂടിക്കഴിഞ്ഞാൽ അവിടെ എവല്യൂഷണറി ചാൻസോ അല്ലെങ്കിൽ റീകോമ്പിനേഷൻ എന്നുള്ളത് വളരെ കുറവായിരിക്കും. എവല്യൂഷൻ ചാൻസ് കുറഞ്ഞു, റീകോമ്പിനേഷൻ കുറഞ്ഞു, സ്പീഷീസ് ഡൈവേഴ്സിറ്റി കുറയും, ജനറ്റിക് ഡൈവേഴ്സിറ്റി കുറയും, ഉറപ്പായിട്ട് കുറയും ലിങ്കേജ് കൂടിയാൽ. അതേസമയം ക്രോസിംഗ് ഓവർ നടക്കുന്തോറുമാണ് നമുക്ക് എവല്യൂഷണറി ചാൻസും റീകോമ്പിനേഷൻ ചാൻസ് ഒക്കെ ഭയങ്കരമായിട്ട് കൂടുതലും പുതിയ പുതിയ വെറൈറ്റീസ് ഓഫ് ഓർഗാനിസംസിന് കിട്ടുന്നത്. അപ്പോൾ ആ ഒരു കൺസെപ്റ്റ് നമുക്ക് ബേസിക് ആയിട്ട് ഈ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, ലിങ്കേജ് കൂടുകയാണ് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പാരൻ്റൽ ക്രോസ് ആയിരിക്കും ഏറ്റവും കൂടുതൽ. പാരൻസ് കൂടുതലായിരിക്കും, റീകോമ്പിനൻസ് കുറവായിരിക്കും. പാരൻ്റൽ ടൈപ്പ് ആയിരിക്കും കൂടുന്നത്, റീകോമ്പിനേഷൻ കുറവ്. അതേസമയം ലിങ്കേജ് കുറയാണ്, ക്രോസിംഗ് ഓവർ കൂടുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഏറ്റവും കൂടുതൽ റീകോമ്പിനൻസ് ആണ് ഉണ്ടാവുക. സോ ആ ലോജിക്ക് വെച്ച് നമുക്ക് ഈ ക്വസ്റ്റിലേക്ക് പോകാം. ഇഫ് ദ ജീൻസ് ആർ പ്രസൻറ്റ് ഓൺ ദ സെയിം ക്രോമസോം ദേ അണ്ടർഗോസ് മോർ ദാൻ വൺ ക്രോസ് ഓവർ ഇൻ എവറി മയോസിസ് വിച്ച് നോട്ട് ട്രൂ എന്നാണ് ചോദിച്ചിരിക്കുന്നത്, അത് ഫോൾസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അത് ശരിയാണ്. ജീൻസ് മേ ബി ഓൺ ഡിഫറെൻറ്റ് ക്രോമസോംസ്, അതും ശരിയാണ്. ജീൻസ് ആർ ടൈറ്റ്ലി ലിങ്ക്ഡ്. സ്റ്റുഡൻസ് അത് നോക്കിയേ, 50% റീകോമ്പിനേഷൻ ഫ്രീക്വൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അതിനർത്ഥം എന്താ? ജീൻസ് ടൈറ്റ്ലി ലിങ്ക്ഡ് ആയിരിക്കില്ല, ജീൻസ് ലൂസ്ലി ആയിരിക്കും, അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി ജീൻ ഇൻക്രീസ് ചെയ്ത് നിൽക്കുകയാണ്. എങ്കിൽ മാത്രമേ റീകോമ്പിനേഷൻ കൂടുള്ളൂ. ഇവിടെ 50% റീകോമ്പിനേഷൻ കൂടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അർത്ഥം എന്താ? പാരൻ്റൽ ടൈപ്പ് കുറഞ്ഞു, റീകോമ്പിനേഷൻ കൂടി. പുതിയ ഓസ്പ്രിങ് ഉണ്ടായാൽ കൂടുതൽ റീകോമ്പിനേഷൻ ആണ്, വ്യത്യാസങ്ങളാണ് വന്നിരിക്കുന്നത്. ഓക്കെ, അതേസമയം ലിങ്കേജ് കൂടുകയാണെങ്കിൽ വ്യത്യാസങ്ങൾ വളരെ കുറയും. സോ ഇതാണ് അതിൻ്റെ ആൻസർ. അപ്പോൾ നമുക്ക് അടുത്തതിലേക്ക് പോകേണ്ട ആവശ്യം ഓപ്ഷൻ 3. ക്ലിയർ? ആൻഡ് ജീൻ ഷോ ഇൻഡിപെൻഡൻറ്റ് അസോർട്ട്മെൻറ്റ്, നോ, അപ്പോൾ അതും വരില്ല. സോ ദിസ് ഈസ് ദ തിങ്. വി മൂവ് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 28. Besides paddy fields, cyanobacteria are also found inside vegetative part of. എവിടെയാണ് എന്നുള്ളതാണ് വെജിറ്റേറ്റീവ് പാർട്ട് ഓഫ്. നമുക്ക് നോക്കാം. ഈ സൈനോബാക്ടീരിയ എന്ന് വെച്ചാൽ നമുക്കറിയാം ബ്ലൂ ഗ്രീൻ ആൽഗേസ് ആണ് അല്ലേ. ഈ ഇവിടെ ഓപ്ഷൻസ് സൈലോട്ടം, പൈനസ്, സൈക്കസ്, ഇക്വിസിറ്റം. ഇതിൽ സൈനോബാക്ടീരിയ അസോസിയേഷൻ ഉള്ളത് ബേസിക്കലി സൈക്കസിനോടാണ്, എസ്പെഷ്യലി സൈക്കസിൻ്റെ കോറലോയിഡ് റൂട്ട്. ഈ കോറൽ റൂട്ടിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് റൂട്ട് ക്യാപ്പോ അതുപോലെ തന്നെ റൂട്ട് ഹെയേഴ്സോ ഇല്ല, ആബ്സെൻ്റ് ആയിരിക്കും കോറൽ റൂട്ട്. ഇതിൻ്റെ അകത്ത് ബാക്ടീരിയ അസോസിയേഷൻ ഉണ്ട്, ബെനിഫിറ്റ് ആണ് ബിക്കോസ് അവർ തമ്മിൽ സിംബയോട്ടിക് അസോസിയേഷൻ ഉണ്ട്, നൈട്രജൻ ഫിക്സ് ചെയ്ത് കൊടുക്കും വരും. സോ റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ 3 സൈക്കസ്. ഇനി അതേസമയം പൈനസ് എടുക്കുകയാണെങ്കിൽ പൈനസിൽ ശരിക്കും പറഞ്ഞാൽ മൈക്കോറൈസൽ അസോസിയേഷൻ, ഫംഗൽ അസോസിയേഷൻസ് ആണ് ഉള്ളത്. ഫംഗൽ അസോസിയേഷൻസ് ആണ് പൈനസിലുള്ളത്. അപ്പോൾ ഇവിടെ ചോദിച്ചു സൈനോബാക്ടീരിയ ആണ്, റൈറ്റ് ആൻസർ സൈക്കസ്. Question 29. Select the wrong statement. Chlamydomonas exhibit both isogamy, anisogamy and fucus shows oogamy. അത് ശരിയാണ്. ഐസോഗ്യാമി, അനൈസോഗ്യാമി ആൻഡ് ഫ്യൂക്കസ് ഊഗ്യാമിയാണ് കാണിക്കുന്നത്, കാരണം ഫ്യൂക്കസ് ബ്രൗൺ ആൽഗേസ് ആണ്. ഐസോഗ്യാമൈറ്റ്സ് ആർ സിമിലർ ഇൻ സ്ട്രക്ചർ, ഫംഗ്ഷൻ, ബിഹേവിയർ. അതും കറക്റ്റാണ് അല്ലേ, റോങ് ആണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. അനൈസോഗ്യാമി ഡിഫറെൻറ്റ് ഏതർ ഇൻ സ്ട്രക്ചർ, ഫംഗ്ഷൻ ഓർ ബിഹേവിയർ. ഉറപ്പാണ് അവരെന്ന് സ്ട്രക്ചറിലോ ഫംഗ്ഷനിലോ ബിഹേവിയറിലോ വ്യത്യാസം കാണിക്കും. ഇൻ oomacytes ഫീമെയിൽ ഗാമേറ്റ്സ് ആർ സ്മോളർ. അതാണ് അതിൽ തെറ്റ്. ഫീമെയിൽ ഗാമേറ്റ്സ് ആർ ലാർജർ. ആൻഡ്
മൊട്ടൈൽ അതും തെറ്റാണ്, നോൺ മൊട്ടൈലാണ്, ഫ്ലാജെല്ലില്ല. വൈൽ മെയിൽ ഗ്യാമേറ്റ്സ് ആർ ലാർജർ അത് തെറ്റാണ്, ബിക്കോസ് മെയിൽ ഗ്യാമേറ്റ്സ് ആർ സ്മോളർ. ആൻഡ് നോൺ മൊട്ടൈൽ അല്ല, അവർ ഫ്ലാജെല്ലി ഉണ്ട്. സോ ഇത് എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ദിസ് ഇസ് എ റോങ് സ്റ്റേറ്റ്മെൻറ്റ്. ഇനി ചില കുട്ടികൾക്ക് ഈ എന്താണ് ഈ ഊമൈസിറ്റസ് എന്നൊരു ഡൗട്ട് വരാം. ഊമൈസിറ്റസ് എന്നുള്ള സ്റ്റുഡൻസ് ഈ ഊമൈസിറ്റസ് എന്ന് വെച്ചാലേ അതൊന്ന് ക്ലിയർ ചെയ്തേക്കാം. നമ്മുടെ ഫംഗസ് ഗ്രൂപ്പിലെ ഫൈക്കോമൈസിറ്റസ് എന്നൊരു ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പിൽ വരുന്ന കാറ്റഗറീസിൽ ഒന്നാണ് ഊമൈസിറ്റസ് ആൻഡ് സൈഗോമൈസിറ്റസ്. ഊമൈസിറ്റസ് സൈഗോമൈസിറ്റസ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ആൽഗൽ ഫംഗേഴ്സ് ആണ് ഇവരെല്ലാം, ഒക്കെ ഓർത്ത് വെച്ചാൽ മതി. Question number 30. Which Mendelianism idea is depicted by a cross in which the F1 generation resembles both parents? സിമ്പിൾ ആണ്. അതായത് ഇപ്പോൾ ഒരു കറുത്ത പശു വെളുത്ത കാള ഇവർ തമ്മിൽ ക്രോസ് ചെയ്താൽ അക്കോർഡിംഗ് ടു മെൻഡേലിയൻ വ്യൂ വെച്ചിട്ടാണ് കിട്ടേണ്ടത് ഏതാ? ഒന്നുകിൽ കറുപ്പ് കുഞ്ഞ് അല്ലെങ്കിൽ ഫുള്ള് വെളുപ്പ്. അങ്ങനെ ഇമാജിൻ. ഇതാണ് മെൻഡേലിയൻ ലോ ഓഫ് ഡോമിനൻസ് പറയുന്നതാണ്. പക്ഷെ ഇവിടെ കിട്ടിയിരിക്കുന്നത് F1 ജനറേഷൻ റിസംബിൾസ് ബോത്ത് പാരൻസ്, അതായത് കറുപ്പിൽ വെള്ളക്കുത്ത് അല്ലെങ്കിൽ വെളുപ്പിൽ കറുത്ത കുത്ത് അല്ലേ? അങ്ങനെ വരുന്ന കണ്ടീഷൻ വയ്ക്കുന്ന ഈക്വൽ ചാൻസ് ഓഫ് ഗെറ്റിംഗ് F1 ജനറേഷൻ, ദാറ്റ് ഇസ് നോൺ അദർ ദാൻ കോഡോമിനൻസ്. നേരത്തെ നമുക്കറിയാവുന്ന ക്വസ്റ്റ്യൻ ആണത്. നോൺ കോഡോമിനൻസ്. ഈ കോഡോമിനൻസ് ഒന്നും മെൻ്റലിൻ്റെ ലോ ഓഫ് ഡോമിനൻസ് ആ മെൻ്റലിൻ്റെ തിയറീസിൽ നിന്ന് മെൻ്റലിസത്തിൽ നിന്ന് പ്യുവർ ഡീവിയേഷൻസ് ആണ് ഈ കോഡോമിനൻസ് ഒക്കെ വരുന്നത്. ഓക്കെ, സോ ദാറ്റ് ഇസ് ആൻസർ. ഇത് നമുക്ക് നമ്മുടെ NCERT പഠിക്കാനുള്ളത് ABO ബ്ലഡ് ഗ്രൂപ്പ് സിസ്റ്റം, അതൊരു കോഡോമിനൻസിന് എക്സാമ്പിൾ ആണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 31. In plant breeding program, the entire collection of plants or seeds having all diverse alleles for all genes in a given crop. Strategies എന്നൊരു ക്വസ്റ്റ്യൻ ആണ് 12th. നമ്മൾ എല്ലാ അലീൽസിനും കൂട്ടി വെക്കുന്നത് എവിടെയാണ്? നമുക്കറിയാം ജേം പ്ലാസം കളക്ഷൻ ആണ്, ഒരു സംശയമില്ല. ജേം പ്ലാസത്തിലാണ് നമ്മൾ സൂക്ഷിച്ചു വെക്കുന്നത്. അതിൻ്റെ സീഡ്സോ സ്പേംസോ അങ്ങനെയുള്ള മറ്റുള്ള ഗ്യാമേറ്റ്സോ അല്ലെങ്കിൽ പാർട്സോ എന്തെങ്കിലും നമ്മൾ സൂക്ഷിച്ചു വെക്കുന്നത് ജേം പ്ലാസം കളക്ഷനിലാണ്. വേറൊന്നും നമ്മൾ ചെയ്യില്ല. ബാക്കിയെല്ലാം സ്റ്റെപ്സാണ് അതിന്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 32. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ കറക്റ്റഡ് സ്റ്റേറ്റ്മെൻറ്റ്? തെറ്റ് ഇതിൽ ഏതാണെന്ന് കണ്ടുപിടിക്കേണ്ടത്. ഇത് ഈ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് ചാപ്റ്റർ 1 ലിവിങ് വേൾഡ് +1. കീ ഈസ് എ ടാക്സോണമിക് എയ്ഡ് ഫോർ ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് സ്പെസിമെൻസ്. എക്സാക്ട്ലി ഒരു ടാക്സോണമിക് എയ്ഡ് ആണ് സ്പെസിമെൻ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട്. ഹെർബേറിയം ഹൗസ് ഡ്രൈഡ് പ്രസ് ആൻഡ് പ്രിസർവ്ഡ് ഇൻ പ്ലാന്റ് സ്പെസിമെൻ. നമുക്കറിയാം ഹെർബേറിയം എന്ന് വെച്ചാൽ നമുക്കൊരു വലിയ ഷീറ്റ് ഓഫ് പേപ്പറിൽ നമ്മൾ പ്ലാന്റിനെ പ്രസ് ചെയ്ത് സൂക്ഷിക്കുന്നത്. ബൊട്ടാണിക്കൽ ഗാർഡൻസ് ഹാവ് കളക്ഷൻസ് ഓഫ് ലിവിങ് പ്ലാന്റ്സ് ഓഫ് റെഫറൻസ്. കറക്റ്റാണ്. കാരണം വെച്ചാൽ ഏത് ബൊട്ടാണിക്കൽ ഗാർഡൻ എടുക്കുകയാണെങ്കിലും അവിടെ ഒത്തിരി പ്ലാന്റ്സിൻ്റെ കളക്ഷൻസ് ഉണ്ടാവും. നമുക്കതിനെ ഫ്യൂച്ചർ റെഫറൻസിന് വേണ്ടി ഉപയോഗിക്കാം. അവിടെ കൃത്യം അതിൻ്റെ ഡാറ്റ ഉണ്ടാവും. എ മ്യൂസിയം ഹാസ് കളക്ഷൻ ഓഫ് ഫോട്ടോഗ്രാഫ്സ് ഓഫ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്. അത് തെറ്റാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഫോട്ടോഗ്രാഫ്സ് അല്ല അല്ലേ, അവിടെ ഫോർമാലിൽ നമ്മൾ സൂക്ഷിക്കുന്നതാണ്. റൈറ്റ്, സ്പെസിമെൻസ് ഫോർമാലിൽ സൂക്ഷിക്കുന്നതാണ്. സോ ഇതാണ് തെറ്റ്. സോ ദ ബെസ്റ്റ് വൺ, റോങ് വൺ ഈസ് ഓപ്ഷൻ 4. വി മൂവ് ടു ക്വസ്റ്റ്യൻ നമ്പർ 33. ഇത് എപ്പോഴും ചോദിക്കുന്ന അടുത്തൊരു ഫ്രീക്വൻറ്റ് ക്വസ്റ്റ്യൻ. ഒരു ഓർഗനുടെ പടം തരും. ഈ ഫിഗർ തന്നിട്ട് ഇത് NCERT ഡയറക്റ്റ് ആണിത്. ഈ ഓർഗനിൽ ഏതാണ്? നമുക്കിതറിയാം. ന്യൂക്ലിയർ മെംബ്രെയിനിൽ നിന്ന് ബൈ ദ പ്രോസസ് ഈസ് കോൾഡ് ഇറ്റ് ആസ് ബ്ലബിംഗ് എന്ന പ്രോസസ്സ് വഴി RER റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം അല്ലേ ഡെവലപ്പ് ചെയ്തിരിക്കുന്നതാണ് ഈ കാണുന്നത്. ഫോൾഡിങ്സിനെയാണ് നമ്മൾ വിളിക്കുന്നത് RER അല്ലേ. ഇതിൽ നിന്നാണ് നമുക്കറിയാം SCR ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ സാധ്യത. അപ്പോൾ ഇത് മനസ്സിൽ വേണം. ഈ ഫിഗർ നമുക്കറിയാം ഇതിൽ റൈബോസോംസ് ഉണ്ട്. ഇതൊക്കെ നമ്മുടെ മനസ്സിൽ ആ സ്പോട്ടിൽ മനസ്സിൽ വരണം. ഇത്രയും കാര്യങ്ങൾ നമ്മൾ എന്നിട്ട് വേണം നമ്മൾ ഓപ്ഷനിലേക്ക് നോക്കാം. റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം പ്രോട്ടീൻ സിന്തസിസ് ആൻസർ നമുക്ക് കിട്ടിക്കഴിഞ്ഞെങ്കിൽ നോക്കാം. ഓപ്ഷൻ 2 റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഫോർമേഷൻ ഓഫ് ഗ്ലൈക്കോപ്രോട്ടീൻസ്. ഗോൾഗി അപ്പാരറ്റസ് പ്രോട്ടീൻ സിന്തസിസ്, ഗോൾഗി അപ്പാരറ്റസ് ഫോർമേഷൻ ഓഫ് ഗ്ലൈക്കോലിപ്പിഡ്സ്. അപ്പോൾ നമുക്കറിയാം ഈ ലാസ്റ്റത്തെ 3 എണ്ണം എന്നുള്ളത് തെറ്റാണ്. ദിസ് ഇസ് ദ ബെസ്റ്റ് വൺ. കാരണം റൈബോസോം പ്ലസ് ഗോൾഗി RER നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ പിന്നെ നമുക്കറിയാം ഇതിന് രണ്ടിൻ്റെ ഫംഗ്ഷൻ സെയിം പ്രോട്ടീൻ സിന്തസിസ് ആണ്. Next question number 34. Which of the following represent maximum number of species among global biodiversity? നമുക്കറിയാം ഇത്രത്തോളം മില്യൺ അല്ലേ, ഇത്രയും മില്യൺ സ്പീഷീസ് ഗ്ലോബൽ ഡൈവേഴ്സിറ്റി ഉണ്ട്. ആൻജിയോസ്പേംസ്, കോഡൈറ്റ്സ്, നോൺ കോഡൈറ്റ്സ്, ഹെമികോഡൈറ്റ്സ്, ദെൻ പ്ലാന്റ് കിങ്ഡം,
പ്ലാന്റിംഗ് ആനിമൽ എല്ലാം ഫംഗസ് എല്ലാം ഡൈവേഴ്സിറ്റി വരുന്നതാണ്. ഇതിൽ ഏറ്റവും കൂടുതൽ ബയോഡൈവേഴ്സിറ്റി ഈ 4 ഓപ്ഷനിൽ ഏതാണ് ഏറ്റവും കൂടുതൽ ഡൈവേഴ്സിറ്റി കാണിക്കുന്നതാണ്? മോസസ് ആൻഡ് ഫേൺസ്, അവർക്കറിയാം നമുക്ക് ഷെയ്ഡി പ്ലേസ് തന്നെ ഉണ്ടെങ്കിൽ മാത്രമേ ഇവർ വളരുള്ളൂ. ആൽഗെ എന്ന് പറയുമ്പോൾ കൂടുതൽ വാട്ടർ ലവിങ് ആണ്. ലൈക്കൺസ് അവർ കൂടുതലും കുറച്ച് ഡ്രൈ കണ്ടീഷൻ ഇഷ്ടപ്പെടുന്നവരാണ്, കുറച്ച് സിയോഫൈറ്റിക് കണ്ടീഷൻ ഇഷ്ടപ്പെടുന്നവരാണ്. അപ്പോൾ അവരൊക്കെ റെസ്ട്രിക്റ്റഡ് ആണ് കുറേ സ്ഥലങ്ങളിൽ. ഫംഗസ് എടുക്കുകയാണെങ്കിൽ ദേ ആർ കോസ്മോപൊളിറ്റൻ ഇൻ ഡിസ്ട്രിബ്യൂഷനാണ്. കോസ്മോപൊളിറ്റൻ വേൾഡ് വൈഡ് ഡിസ്ട്രിബ്യൂഷനാണ്. ഇവരാകെ കാണാത്ത സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്ട്രീമിറ്റീസിൽ മാത്രമേ ഇവർ കാണാതിരിക്കുകയുള്ളൂ. ലൈക്ക് ഡീപ് സീയിലൊന്നും അങ്ങനെ കാണില്ല ഇവരെ. ഓക്കെ, അങ്ങനെ എക്സ്ട്രീമിറ്റി കണ്ടീഷൻസിലൊന്നും ഇവർ കാണില്ല. ഡീപ് സീ ഒരു എക്സാമ്പിൾ മാത്രമാണ്, ഒത്തിരി സ്ഥലങ്ങളുണ്ട്. ബാക്കി എല്ലാ സ്ഥലങ്ങളും ഫംഗസ് ആണ്. അപ്പോൾ ഇക്കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഡൈവേഴ്സിറ്റി ഉള്ള ആർക്കാണ്? ഫംഗസുകൾക്ക്. സോ റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ 4. നെക്സ്റ്റ് വി മൂവ് ടു ക്വസ്റ്റ്യൻ നമ്പർ 35. വിച്ച് ഓഫ് ദ ഫോളോയിങ് BT ക്രോപ്സ് ഈസ് ബീങ് ഗ്രോൺ ഇൻ ഇന്ത്യ ബൈ ഫാമേഴ്സ്? സ്ട്രേറ്റ് ആയിട്ട് നമുക്ക് ആൻസർ എഴുതാം. BT കോട്ടൺ ആണ് അല്ലേ? BT കോട്ടൺ ആണ്. BT ബ്രിഞ്ചോൾ ഉണ്ട്, പക്ഷേ കൂടുതലും ക്രോപ്സ് ഈസ് ബീങ് ഗ്രോൺ ഇൻ ഇന്ത്യ ബൈ ഫാമേഴ്സ് ബൈ BT കോട്ടൺ അല്ലേ? ബാസിലസ് തുറഞ്ചെൻസിസ്. BT എന്ന് വെച്ചാൽ ബാസിലസ് തുറഞ്ചെൻസിസ്. ഇറ്റ്സ് എ സോയിൽ ബോൺ ബാക്ടീരിയ. And the species is called Bacillus thuringiensis. Next up, question 36. Read the following statements A to E and answer the question which follows them. How many of them statements are correct? എത്ര എണ്ണം കറക്റ്റ് ആണല്ലോ? ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ എപ്പോഴും നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. നമ്മുടെ ഒത്തിരി സമയം ബയോളജി കളയുന്നൊരു ക്വസ്റ്റ്യൻ ആണിത്. അപ്പോൾ നമ്മൾ NCERT നന്നായിട്ട് തറവായിട്ടുള്ള കുട്ടിക്ക് ഇത് പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റില്ല. സോ ഫസ്റ്റ് വൺ, ഇൻ liverworts, mosses, ferns, gametophytes are free living. In liverworts, mosses, ferns, gametophytes are free living. ശരിയാണ്, അവർ gametophytes എല്ലാം ഫ്രീ ലിവിങ് അല്ലേ? ആണ്, ഫ്രീ ലിവിങ് ആണ് ലിവർവേർട്സിലും മോസസിലും ഫേൺസിലും. പക്ഷേ ജിംനോസ്പേംസ് എത്തുമ്പോൾ ഗാമറ്റോഫൈറ്റ് ഫ്രീ ലിവിങ് അല്ല അല്ലേ? അപ്പോൾ ഇത് ശരിയാണ്. ജിംനോസ്പേംസ് ആൻഡ് സം ഫേൺസ് ആർ ഹെട്രോസ്പോറസ്. ഓഫ് കോഴ്സ് ജിംനോസ്പേംസ് എല്ലാം ഹെട്രോസ്പോറസ് കണ്ടീഷനാണ്. ഫേൺസിൽ സെലാജിനല്ല, ദെൻ അസോള, സാൽവീനിയ, മാർസീലിയ, ഇവർ മാത്രമേ ഹെട്രോസ്പോറസ് ഉള്ളൂ. അപ്പോൾ അതും ശരി സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഹെട്രോസ്പോറസ് എന്ന് വെച്ചാൽ ബോത്ത് മൈക്രോ ആൻഡ് മെഗാസ്പോർ കാണിക്കുന്നവർ. സെക്ഷൽ റീപ്രൊഡക്ഷൻ ഫ്യൂക്കസ്, വോൾവോക്സ് ആൻഡ് ആൽബോയിസ്, ഊഗ്യാമസ്. എക്സാക്ട്ലി, കാരണം മോസ്റ്റ് അഡ്വാൻസ് ടൈപ്പ് റീപ്രൊഡക്ഷൻ ആണ് ഇവർക്ക് കാണിക്കുന്നത്. ഈ ഫ്യൂക്കസ്, വോൾവോക്സ്, ആൽബുഗോൽ, ഊഗ്യാമസ്. അത് ഒരു സ്മോൾ മെയിൽ ഗ്യാമേറ്റും ലാർജ് നോൺ മോട്ടൈൽ ഫീമെയിൽ ഗ്യാമേറ്റും. അപ്പോൾ അത് ശരിയാണ്. ദ സ്പോറോഫൈറ്റ് liverworts is more elaborate than mosses. അവിടെ നമുക്കൊരു ചെറിയ ക്ലാരിറ്റി അത്യാവശ്യമുണ്ട്. ഇതൊരു ലിവർവേർത്തിൻ്റെ സ്പോറോഫൈറ്റ് എടുക്കുകയാണെങ്കിൽ അവർക്ക് ഫുഡ് സീറ്റ എന്നുള്ളത് വെൽ ഡെവലപ്ഡ് ആയിരിക്കില്ല, ഫുഡ് സീറ്റ. അതേസമയം മോസസിൻ്റെ സ്പോറോഫൈറ്റ് എടുക്കുകയാണെങ്കിൽ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ ലാർജ് ഇലാബറേറ്റഡ് ക്യാപ്സ്യൂൾ, സീറ്റ ആൻഡ് ഫുഡ് ഉണ്ടാവും. ഇതാണ് ഡിഫറൻസ് എന്നുള്ളത്. അപ്പോൾ സോ സ്പോറോഫൈറ്റ് liverworts ഈസ് ലെസ് ഇലാബറേറ്റ്. ഇവിടെ വരേണ്ടത് ലെസ് എന്നായിരുന്നു, ലെസ് ഇലാബറേറ്റ് ദാൻ മോസസ്. സോ ഇത് തെറ്റാണ്. ബോത്ത് പൈനസ് ആൻഡ് മാർക്കാൻഷ്യ ആർ ഡയേഷ്യസ്. നമുക്കറിയാം മാർക്കാൻഷ്യ ഓക്കെ ഡയേഷ്യസ് ആണ്, നമ്മൾ പഠിച്ചതാണത്. രണ്ടും ആന്ത്രിഡിയോഫോറും ആർക്കിഗോണിയോഫോറും സെപ്പറേറ്റ് താലസിലാണ് കാണുന്നത് അല്ലേ, ഡയേഷ്യസ്. പക്ഷേ പൈനസ് മൊണേഷ്യസ് ആണ്. സോ ഇതും തെറ്റാണ്. അപ്പോൾ എത്ര ശരിയാണ്? A, B, C കറക്റ്റ് ആണ്. സോ റൈറ്റ് ആൻസർ ഓപ്ഷൻ 4, 3. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 37. ഇത് റെസ്പിറേഷൻ റിലേറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. +1 ടോപ്പിക്സിലെ ഇതിൽ ഗ്ലൂക്കോസ് മെറ്റബോളിസം ആണ് കൊടുത്തിരിക്കുന്നത്. അതിൽ ഗ്ലൂക്കോസ് മെറ്റബോളിസത്തിൽ നമുക്കറിയാം ഗ്ലൂക്കോസ് കഴിഞ്ഞാൽ ലിങ്ക് റിയാക്ഷൻ നടക്കും, ലിങ്ക് റിയാക്ഷൻ കഴിഞ്ഞാൽ TCA സൈക്കിൾ നടക്കും, അതിനുശേഷം ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ നടക്കും. ഇത്രയാണ് കറക്റ്റ് പോകുന്ന സീക്വൻസ്. അത് ഒറ്റ ഒരു ഫ്ലോ ചാർട്ടിൽ കൊടുത്തിരിക്കുകയാണ്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് the 3 boxes diagram represent the 3 major biosynthetic pathway in aerobic respiration. Arrows represent net reaction of products. ഇതിൽ ഒത്തിരി ആരോസ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ചോദിച്ചിരിക്കുന്നത് 4, 8, 12. 4 എന്താണ്, 8 എന്താണ്, 12 എന്താണ് എന്നാണ് ചോദ്യം. ആദ്യം നമുക്കറിയാം ഗ്ലൈക്കോലിസിസ് നടന്നു. അടുത്ത ഗ്ലൂക്കോസിൽ നിന്ന് പൈറുവേറ്റ് ഉണ്ടാക്കിയാൽ അത് പോകുന്നത്
ലിങ്ക് റിയാക്ഷൻ. അതിനുശേഷം ആ മൈറ്റോകോൺഡ്രിയയുടെ മാട്രിക്സ് തന്നെ നടക്കുന്നതാണ് TCA സൈക്കിൾ ഓർ ക്രെബ്സ് സൈക്കിൾ. ഇവിടെ നിന്നെല്ലാം കിട്ടുന്നത് എന്താണ്? 4, 8, 12. നമുക്ക് നോക്കാം. 4 എന്നുള്ളത് ഗ്ലൈക്കോൾസ് കഴിയുമ്പോൾ ആഫ്റ്റർ പ്രിപ്പറേറ്ററി ഫേസ് ആൻഡ് പേ ഓഫ് ഫേസ് ഉണ്ട്. അതിൽ പേ ഓഫ് ഫേസ് നമുക്ക് കിട്ടുന്നത് ATP ആണ്. അപ്പോൾ 4 ATP ആണെന്ന് മനസ്സിലായി. അതുപോലെ തന്നെ അടുത്തത് ലിങ്ക് റിയാക്ഷൻ. ലിങ്ക് റിയാക്ഷൻ എടുക്കുകയാണെങ്കിൽ ലിങ്ക് റിയാക്ഷനിൽ നമുക്ക് കിട്ടുന്നതും യൂഷ്വൽ കേസിൽ ATP ആണ്. ആ ലിങ്ക് റിയാക്ഷൻ പിന്നെ അതുപോലെ തന്നെ ക്രെബ്സ് സൈക്കിൾ, അതുപോലെ തന്നെ ഇവിടെ TC ആൻഡ് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കത് കിട്ടുന്നത് യൂഷ്വലി ഇവിടെ നിന്നും ATP ആണ് കിട്ടുന്നത്. TC സൈക്കിൾ നമുക്ക് ഇവിടെ തന്നെ കൊടുക്കാം. TC ETC ആണ് ലാസ്റ്റ് സൈക്കിൾ കൊടുത്തിരിക്കുന്നത്. ഇനി ETC കയറി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് അഗെയിൻ ATP തന്നെ. സോ എല്ലാ സ്ഥലങ്ങളിലും നമുക്ക് കിട്ടുന്നത് ATP ആണ്. സോ റൈറ്റ് ആൻസർ ഓപ്ഷൻ 3. അപ്പോൾ മൊത്തം അയറോബിക് റെസ്പിറേഷൻ കൊടുത്തിട്ട് അതിന് സമ്മറൈസ് ചെയ്തിരിക്കുന്നു. അതിലെന്താ കിട്ടുന്നത്? നമുക്ക് ATP ആണ്. ക്വസ്റ്റ്യൻ 38. പിഗ്മെന്റ് കണ്ടെയ്നിങ് മെംബ്രേൻസ് എക്സ്റ്റൻഷൻ ഓഫ് സം സയനോബാക്ടീരിയ. നമുക്ക് സയനോബാക്ടീരിയ പടം വരക്കാം. ഇതാണ് സയനോബാക്ടീരിയ ഇമാജിൻ ചെയ്യും. ഇതിനൊരു ചെറിയ എക്സ്റ്റൻഷൻ. ഓക്കെ, ഇവിടാണ് ലൈറ്റ് ട്രാപ്പ് ചെയ്യുന്ന സബ്സ്റ്റൻസുകൾ. ലൈറ്റ് ട്രാപ്പ് ചെയ്യുന്ന എക്സ്റ്റൻഷനിലാണ് ലൈറ്റ് ട്രാപ്പ് ചെയ്യുന്നത്. സോ ഇതിനെ വിളിച്ച പേരാണ് ക്രോമാറ്റോഫോഴ്സ്. സോ റൈറ്റ് ആൻസർ ക്രോമാറ്റോഫോഴ്സ്. ഇനി ഹെട്രോസിസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സയനോബാക്ടീരിയ തന്നെ കാണുന്ന ഒരു സ്പെഷ്യൽ സ്ട്രക്ചറാണ് ഹെട്രോസിസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് മെൻ ഫോർ N2 ഫിക്സേഷൻ. നൈട്രജൻ ഫിക്സേഷന് വേണ്ടിയാണ് ഇത് എടുക്കുന്നത്. ഓക്കെ, ഇനി ബേസൽ ബോഡീസ്. ബേസൽ ബോഡീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീലിയ എറേസ് ചെയ്യുന്നത് അല്ലേ, സീലിയം അറേഞ്ച് ചെയ്തിരിക്കുന്ന ഒരു സിലിണ്ടറിക്കൽ സ്ട്രക്ചറാണ് ലോവർ ഓർഗാൻസിൽ കാണുന്നത്. ഇതിന് ഇറ്റ്സ് ഓൾസോ കോൾഡ് ഇറ്റ് ആസ് ബ്ലിഫാരോപ്ലാസ്റ്റ് എന്നൊക്കെ വിളിക്കും. ബ്ലിഫാരോപ്ലാസ്റ്റ് സീലിയ അറേസ് ചെയ്യുന്നത്. ഇനി ന്യൂമാറ്റോഫോഴ്സ് അറിയാം, ബ്രീത്തിങ് റൂട്ട്സ് നമുക്ക് മാംഗ്രൂവ്സിലുള്ളത്. സോ റൈറ്റ് ആൻസർ ഓപ്ഷൻ 1. 39. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഇസ് കറക്റ്റ്? ഇതിൽ ഏതാണ് കറക്റ്റ് എന്നുള്ളത്? ടപ്പീറ്റം നറിഷസ് ദ ഡെവലപ്പിംഗ് പോളൻ. നമുക്ക് കണ്ണടച്ച് എഴുതാം, അത് ശരിയാണെന്നറിയാം. എങ്കിലും മറ്റുള്ള ഓപ്ഷൻസ് നോക്കാം. ഹാർഡ് ഔട്ടർ ലെയർ ഓഫ് പോളൻ ഇസ് കോൾഡ് എക്സൈൻ. നോ, ഇൻറ്റൈൻ അല്ല, എക്സൈൻ ആണ് വരേണ്ടിയിരുന്നത് അല്ലേ. സ്പോറോജനസ് ടിഷ്യൂസ് ഹാപ്ലോയിഡ്. നോ, ഇത് ഡിപ്ലോയിഡ് ആണ് വരേണ്ടത്. എൻഡോത്തീസിയം പ്രൊഡ്യൂസസ് മൈക്രോസ്പോർ. അല്ല, എൻഡോത്തീസിയം അല്ല, സ്പോറോജനസ് ടിഷ്യൂസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് 4, 3, 2 തെറ്റാണ്. സോ റൈറ്റ് ആൻസർ ഓപ്ഷൻ 1. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 40. ഓക്കെ, നമ്മളിപ്പോൾ 40ാമത്തെ ക്വസ്റ്റിലേക്ക് പോവാണ്. ഇതൊരു മോർഫോളജി ക്വസ്റ്റ്യൻ ആണ്. ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ സാധാരണ പഴയ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഒത്തിരി അങ്ങനെ ചോദിച്ചിട്ടില്ല. ഇനി ഒത്തിരി നീറ്റ് എക്സാം ചോദിച്ചിട്ടില്ല. പക്ഷേ ഇനി സാധ്യതയില്ലാതില്ല. കാരണം എന്ന് വെച്ചാൽ ഈ പ്ലാൻസ് എല്ലാം നിങ്ങൾക്ക് പഠിക്കാനുണ്ട്, എക്സാമ്പിൾ പ്ലാൻസ്. കാരണം കുറച്ച് ഹാർഡ് കോർ ആണ്. നല്ല ഷാർപ്പായിട്ടൊരു കുട്ടിക്ക് മാത്രമേ ഈ ഒരു ക്വസ്റ്റ്യൻ അപ്പിയർ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം വെച്ചാൽ എല്ലാ സ്പീഷീസിനെയും കുറിച്ചും അതിൽ എന്ത് ടൈപ്പ് കാണിക്കുന്നു എന്നുള്ളൂ, അതിൽ പ്ലാസൻറ്റേഷൻ എന്താണ്, ഓവറിയുടെ പൊസിഷൻ എന്താണെന്നൊക്കെ കൃത്യമായിട്ട് അറിഞ്ഞൊരു കുട്ടിക്ക് ഈ ക്വസ്റ്റ്യൻ എഴുതാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഇത് ടൈം കൺസ്യൂമിംഗ് ആണ്. ഒത്തിരി കുട്ടികളുടെ സമയം പോകുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. മിനിമം ഒരു 5 മിനിറ്റ് അടുത്തെങ്കിലും എടുക്കും ഇതൊന്ന് ക്ലിയർ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ നിങ്ങളുടെ സമയം ഒത്തിരി പോകും. അതുകൊണ്ട് നല്ല ഷാർപ്പായി മോർഫോളജി നല്ല ഷാർപ്പായി കുട്ടിക്ക് ഇത് എഴുതാൻ പറ്റുള്ളൂ. നമുക്ക് നോക്കാം. എമം ബിറ്റർ ഗോഡ് ഒരു 21 പ്ലാന്റ്സിനെ കുറിച്ച് ഇവിടെ കൊടുത്തിട്ടുണ്ട്. 21 പ്ലാന്റ്സ്. ബിറ്റർ ഗോഡ്, മസ്റ്റാർഡ്, ബ്രിഞ്ചാൾ, പംകിൻ, ചൈന റോസ്, ലൂപ്പിൻ, കുക്കുംബർ, സൺഹെം, ഗ്രാം, ഗോവ, ബീൻ, ചില്ലി, പ്ലം, പെറ്റൂണിയ, ടൊമാറ്റോ, റോസ്, വിദാനിയ, പൊട്ടറ്റോ, അണിയൻ, ആലോ, ട്യൂലിപ്പ്. ഇതിലേതാണ് ഹൈപ്പോഗൈന് കാണിക്കുന്ന ചോദ്യം? ഹൈപ്പോഗൈൻ നമുക്കറിയാം സുപ്പീരിയർ ഓവറി കാണിക്കുന്നവർ അല്ലേ. സുപ്പീരിയർ ഓവറി, അതായത് ഇങ്ങനെ സുപ്പീരിയർ ഓവറി കാണിക്കുന്നവർ. നമുക്ക് നോക്കാം. ഈ 21 ഇതിൽ നമുക്കറിയാം ഇതിൽ എപ്പിഗൈനസ് പ്ലാന്റ്സും ഉണ്ട്, പെരിഗൈനസ് പ്ലാന്റ്സും ഉണ്ട്. അപ്പോൾ നമുക്ക് ഏറ്റവും ഈസിയായിട്ട് എലിമിനേറ്റ് ചെയ്യാൻ പറ്റുന്നത് പെരിഗൈനസ് പ്ലാന്റ്സിനെ കുറിച്ചാണ്. 21 പ്ലാന്റ് ഉണ്ടല്ലോ. നമുക്ക് ആദ്യം പെരിഗൈൻ ഏതൊക്കെ നോക്കാം. ഹാഫ് ഇൻഫീരിയർ ഓവറി കാണിക്കുന്നത് പ്ലം ആൻഡ് റോസ്. അങ്ങനത്തെ ഒരു ഓപ്ഷൻ നമുക്ക് ആദ്യം അവരുണ്ടാവും നോക്കാം. ആദ്യം പ്ലം ഉണ്ട്, റോസ് ഉണ്ട്. അപ്പോൾ 2 പേര് ഓൾറെഡി പോയി കഴിഞ്ഞു. ഇനി അടുത്തത് എപ്പിഗൈൻ ഇൻഫീരിയർ ഓവറി, എപ്പിഗൈനസ് കണ്ടീഷൻ. ഇൻഫീരിയർ ഓവറി കാണിക്കുന്ന ആർക്കാണ്? ഇതിൽ നമുക്കറിയാം ബിറ്റർ ഗോഡ് ഇൻഫീരിയർ ഓവറിയാണ് ബിറ്റർ ഗോഡ് എന്നുള്ളത്. പംകിൻ ഇൻഫീരിയർ ഓവറിയാണ് അല്ലേ. പംകിൻ ബിറ്റർ ഗോഡ്. ദെൻ കുക്കുംബർ
ഇൻഫീരിയർ ഓവറിയാണ്. ഗുവ ഇൻഫീരിയർ ആണ്. അപ്പോൾ നമുക്ക് അതിർത്ത് എഴുതാലോ. ബിറ്റർ ഗോഡ്, പംകിൻ, ഗുവ, കുക്കുംബർ. അപ്പോൾ 21-ൽ നമുക്കൊരു 6 എണ്ണം പോയി അല്ലേ? ഈ 6 എണ്ണം പോയി. പ്ലം, റോസ്, പിന്നെ ഈ 4 കൂടി പോയി കഴിയുമ്പോൾ നമുക്ക് ബാക്കിയുള്ള എല്ലാം, ബാക്കി 15 എല്ലാം സുപ്പീരിയർ ഓവറി ഹൈപ്പോഗനസ് കണ്ടീഷൻ. സോ റൈറ്റ് ആൻസർ ഓപ്ഷൻ 4. ഇങ്ങനെയാണ് നമ്മൾ എലിമിനേഷൻ നിർത്തുക. നമ്മൾ ഇത്തിരി സമയം പോകും നമ്മുടെ ഈ ക്വസ്റ്റിൻ്റെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് കറക്റ്റ്ലി മാച്ച്ഡ് ഓഫ് ഓർഗാനിസം ആൻഡ് ഇറ്റ് സെൽ വാൾ ഡീഗ്രേഡിംഗ് എൻസൈം? കറക്റ്റായിട്ട് മാച്ച് ചെയ്തതാണ് ചോദ്യം. ഫംഗസ്, കൈറ്റിനസ്, അത് ശരിയാണ്. ബാക്ടീരിയ, അത് ഇവിടെ തെറ്റാണ് ചോദിച്ചിരിക്കുന്നത്. ലൈസോസൈം, അതും ശരിയാണ്. പ്ലാന്റ് സെൽ, സെല്ലുലേസ്, അതും ശരിയാണ്. ആൽഗെ, മീഥൈലേസ് ആണ്, അത് തെറ്റാണ്. കാരണം ആൽഗയുടെ സെൽവാൾ ഡിഗ്രേഡിംഗ് എൻസൈം മീഥൈലേസ് ആയിരിക്കില്ല ഒരിക്കലും. ഇനി മീഥൈലേസ് എന്താണെന്ന് നമ്മൾ അറിയണം. മീഥൈലേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു പ്രൊട്ടക്റ്റീവ് എൻസൈമാണ്. എൻസൈമാണ് എസ്പെഷ്യലി ഒരു എന്താ പറയുക എൻഡോന്യൂക്ലിയസ് ഫങ്ഷൻ ഇവർക്കുണ്ട്, എൻഡോന്യൂക്ലിയസ് ആക്ടിവിറ്റി. ബിക്കോസ് ഇവരാണ് മീഥൈൽ ഗ്രൂപ്പ് DNA-യിലേക്കും RNA-യിലേക്കൊക്കെ ആഡ് ചെയ്യുന്നു. ഇത് പ്രൊട്ടക്റ്റ് ചെയ്യുക. ഈ മീഥൈൽ ഗ്രൂപ്പ് ആഡ് ചെയ്യാൻ നേരത്ത് ക്ലീവിങ് പ്രോസസ്സിനെ ഇത് പ്രിവെൻറ്റ് ചെയ്യുന്നു, മീഥൈൽ ഗ്രൂപ്പ് ഉള്ളതുകൊണ്ട്. സോ അതാണ് അതിനെ ആഡ് ചെയ്യുന്ന എൻസൈമാണ് മീഥൈലേസ്. സോ തെറ്റെന്നുള്ളത് ഓപ്ഷൻ 4 ആണ്, നോട്ട് കറക്റ്റ്ലി മാച്ച്ഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 42. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് യൂസ്ഡ് ഫോർ എക്സിറ്റു പ്ലാന്റ് കൺസർവേഷൻ? എക്സിറ്റു ബൊട്ടാണിക്കൽ ആണ്, ഫീൽഡ് ജീൻ ബാങ്ക് ആണ്, എക്സിറ്റു ആണ്, സീഡ് ബാങ്ക് എക്സിറ്റു ആണ് അല്ലേ? എന്നാൽ ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ ഒന്നും എക്സിറ്റു അല്ല. സോ ദിസ് ഈസ് ദ ആൻസർ. സിമ്പിൾ ക്വസ്റ്റ്യൻ. 43. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ കോംപ്ലക്സ് ഫോംഡ് ബൈ പെയർ ഓഫ് സിനാപ്സ്ഡ് ഹോമോലോഗസ് ക്രോമസോം. നമുക്കറിയാം ഹോമോലോഗസ് സിനാപ്സിസ് നടന്നു കഴിഞ്ഞാൽ അതൊരു പെയർ പോലെ കാണും. നമ്മളതിനെ പണ്ടുതൊട്ടേ വിളിക്കുന്നതാണ് നമ്മൾ സെൽ ഡിവിഷനിൽ ബൈ വാലൻ്റ് എന്ന് വിളിക്കും അല്ലേ? ഇക്വിറ്റോർ പ്ലേറ്റ് ഒരിക്കലും വരില്ല, കൈനറ്റോകോറാക്സോണിയം ഒന്നും വരില്ല, ബൈ വാലൻസ് എന്നാണ് നമ്മൾ വിളിക്കുന്നത്. സ്ട്രേറ്റ് ക്വസ്റ്റൻ ആണത്. നമ്മൾ ടൈം പെട്ടെന്ന് ഇത് ഒത്തിരി ടൈം എടുക്കേണ്ടി വരില്ല, നമുക്ക് എല്ലാം കൃത്യമായിട്ട് സ്ട്രേറ്റ് തിയറിയാണത്. ക്വസ്റ്റ്യൻ നമ്പർ 44. ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് വിത്ത് റിഗാർഡ് ടു ഹിമോഫീലിയ. ഹിമോഫീലിയ എന്ന് പറയുമ്പോൾ നമുക്കറിയാം യൂഷ്വലി ഒരു സെക്സ് ലിങ്ക്ഡ് ഡിസീസാണ്. നമ്മൾ ആദ്യം ആ ഒരു കാര്യങ്ങൾ മനസ്സിലാവും. സെക്സ് ലിങ്ക്ഡ് ആണ് ഡിസീസ്, അതായത് എക്സ് ക്രോമസോമിനെ ബാധിക്കുന്ന അസുഖമാണ് ഹിമോഫീലിയൊക്കെ. ഒരു സിംഗിൾ അമിനോ ആസിഡ് സബ്സ്റ്റിറ്റ്യൂഷൻ അവിടെ നടക്കുന്നത് അല്ലേ? സോറി, ഒരു സിംഗിൾ പ്രോട്ടീൻ ഇൻവോൾവ് ആണ്. അമിനോ ആസിഡ് സബ്സ്റ്റിറ്റ്യൂഷൻ അല്ല, അത് സിക്കിൾ സെൽ അനീമിയാണ്. ഇത് സിംഗിൾ പ്രോട്ടീൻ ഇൻവോൾവ് ചെയ്യുന്നത് അല്ലേ? ആൻറ്റി ഹിമോഫിലിക് ഫാക്ടർ, ക്രിസ്മസ് ഫാക്ടർ എന്നുള്ള പ്രോട്ടീൻ്റെ ഡെഫിഷ്യൻസി മൂലമൊക്കെ ഉണ്ടാകുന്നത്. സെക്സ് ലിങ്ക്ഡ് ആണ്, റെസസീവ് ഡിസോർഡർ ആണ്. അപ്പോൾ ഇതെല്ലാം ശരിയാണ്. തെറ്റെന്ന് വെച്ചാൽ ഡോമിനൻറ്റ് ഡിസീസ് തെറ്റാണ്, ഇത് റെസസീവ് ഡിസോർഡർ ആണ്. സോ സ്ട്രേറ്റ് ക്വസ്റ്റൻ ആണ്. ആൻഡ് ദ ക്വസ്റ്റൻ നമ്പർ 45. ലെൻഡി സെൽസ് ആർ ഇൻവോൾവ് ഇൻ. ലെൻഡി സെൽസ് നമുക്കറിയാം എവിടെയുള്ളത്? ന്യൂമാറ്റോഫോസിലാണ് അല്ലേ? ബ്രീത്തിങ് റൂട്ട്സിലാണ് ലെൻഡി സെൽസ് ഒക്കെ മെയിനായിട്ട് കാണുന്നത് അല്ലേ? അവിടെ കാണാം ലെൻഡി സെൽസ്. അതുപോലെ തന്നെ ട്രീയുടെ ബാർക്ക് റീജിയനിലൊക്കെ ലെൻഡി സെൽസ് കാണാം. ഇവരെന്ന് വെച്ച് കഴിഞ്ഞാൽ മെൻ ഫോർ ഗ്യാഷ്യസ് എക്സ്ചേഞ്ച് അല്ലേ? മെൻ ഫോർ ഗ്യാഷ്യസ് എക്സ്ചേഞ്ച്. സോ റൈറ്റ് ആൻസർ ഓപ്ഷൻ 3. സോ വൃത്തിയായിട്ട് പ്രിപ്പയർ ചെയ്യുക. ദിസ് ഈസ് അവർ 2013 ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ബോട്ടണി പാർട്ടാണ്. സോ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. നമ്മൾ ഈ പ്രോഗ്രാം ഇനിയും കണ്ടിന്യൂ ചെയ്യുന്നു, ലൈവ് പ്രോഗ്രാം. എല്ലാവരും നന്നായിട്ട് ക്ലാസ് ശ്രദ്ധിക്കുക. ഓക്കെ, താങ്ക് യു.